ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. അപ്പോൾ നാളെ നിങ്ങൾക്ക് SSLC ഫിസിക്സിലെ മോഡൽ എക്സാം ആണ്. സോ അതിന്റെ ഭാഗമായിട്ട് മാക്സിഡോ എന്നതാ നമ്മുടെ 7 പാഠങ്ങൾ, SSLC ഫിസിക്സിലെ 7 പാഠത്തിന്റെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം. തുടക്കത്തിലേ പറയാം, പ്രഡിക്ഷനോ ഒന്നുമല്ല, ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അതാണ് നമ്മുടെ അന്നത്തെ മെയിൻ ലക്ഷ്യം. സോ തുടങ്ങുന്നത് സൗണ്ട് വേവ്സ് എന്നുള്ള പാഠത്തു നിന്നാണ്, ശബ്ദതരംഗങ്ങൾ എന്നുള്ള പാഠത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഈ പാഠം കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാവും, കാരണം പ്രോബ്ലംസ് കൂടുതൽ വരുന്ന പാഠമാണ് ഫസ്റ്റ് പാഠം. കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ചോദ്യങ്ങൾ വരുന്ന പാഠമാണ് ഫസ്റ്റ് പാഠം. സോ എല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കാം. നോക്കിക്കോ, ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ആംപ്ലിറ്റ്യൂഡ്, പീരിയഡ്, ഫ്രീക്വൻസി, ആയതി, ആവർത്തി, പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം, റെസൊണൻസ്, അനുനാദം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. നിങ്ങളൊരു ജസ്റ്റ് വായിച്ചു പോകാനാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോട് കൊടുത്തിട്ടുള്ളത്. സോ ഇനി മെല്ലെ അടുത്തയിലോട്ട് പോകാന്ന് വെച്ചാൽ ഫസ്റ്റ് ചോദ്യം വരുന്നത് നോക്കിക്കോ, ഒരു 4 പെൻഡുലുണ്ട്, ABCD. എത്ര ഉണ്ട്? 4 ഉണ്ട്. ഫസ്റ്റ് ചോദ്യം, വാട്ട് പെൻഡുലം ഹാവ് ദ സെയിം നാച്ചുറൽ ഫ്രീക്വൻസി? അതായത് ഏതൊക്കെ പെൻഡുലത്തിനാണ് ഒരേ നാച്ചുറൽ ഫ്രീക്വൻസി, ഒരേ സ്വാഭാവിക ആവൃത്തി ഉള്ളതെന്നാണ് നിങ്ങളുടെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ പെൻഡുലം A ഈസ് ജനറലി സെറ്റ് ഇൻ ടു ഓസിലേഷൻ വിച്ച് പെൻഡുലം അണ്ടർഗോ ഫോഴ്സ്ഡ് ഓസിലേഷൻ? ഇതിനെ മെല്ലെ നാട്ടുമ്പോൾ, ഇതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഏതൊക്കെ പെൻഡുലാണ് ഫോഴ്സ്ഡ് ആയിട്ട്, ഏതൊക്കെ പെൻഡുലാ ഇത് ആട്ടുമ്പോൾ ഏതൊക്കെ പെൻഡുലാ അതിന്റെ പാടാ, ഇതിന്റെ കാരണം കൊണ്ട് ഏതൊക്കെ പെൻഡുലാണെന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പെൻഡുലംസ് വൈബ്രേറ്റ് അറ്റ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എന്റെ അതേ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പെൻഡുലം ഏതാണ്? എന്റെ അതേ സ്വാഭാവിക ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പെൻഡുലം ഏതാണെന്നുള്ളതാണ് ചോദ്യം. വിച്ച് പെൻഡുലംസ് ആർ ഇൻ റെസൊണൻസ്? അനുനാദത്തിലുള്ള പെൻഡുലം ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ ഉത്തരം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. A and D ആണ് സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത്. സ്വാഭാവിക ആവൃത്തി ഉണ്ടോ, ഇത് രണ്ടിനും ഒരേ വലുപ്പമല്ലേ, ഏകദേശം ഒരേ വലുപ്പമാണ്, സെയിം സൈസ് ആണ്. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞ ഒരു 4 പോയിന്റ് ഉണ്ടായിരിക്കും, സൈസ് അങ്ങനെയൊക്കെ പറഞ്ഞ 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്കും ഡിക്കും ഒരേ വലുപ്പമാണ്. സോ അതിനെന്തുണ്ട്, സെയിം നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ഒരേ സ്വാഭാവിക ആവൃത്തിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത്തേലോട്ട് പോവാം. ബി എന്ന് പറയുന്നത്, ഇഫ് ദ പെൻഡുലം A ഈസ് എൽ, അതായത് A ആട്ടുമ്പോൾ അല്ലെങ്കിൽ A ഓസിലേറ്റ് സംഭവിക്കും, ബാക്കി 3 ഓസിലേറ്റ് ചെയ്യൂലേ, ബിയും സിയും ഡി എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. ഇതിങ്ങനെ ആട്ടി വിടുമ്പോൾ ബാക്കി 3 തട്ടി ഇങ്ങനെ ഓസിലേറ്റ് ആവൂലേ, ഉണ്ടോ ഇല്ലേ, ഉണ്ട്. അപ്പോൾ ബാക്കി 3 BCD. ഇനി സി ചോദ്യം, ഐഡന്റിഫൈ ദ പെൻഡുലം വൈബ്രേറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് A. അതായത് എന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പെൻഡുലംസ് ഏതൊക്കെയാന്നുള്ളതാണ് ചോദ്യം. ബിയും സിയും ഡിയും നോക്കിയാൽ മതി, ബിയും സിയും ഡിയും. സിമ്പിൾ ചോദ്യമാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് എല്ലായിടത്തും കാണാവുന്നതാണ്. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ്, 2 waves of the same amplitude produced at equal time intervals through a medium are given below. അതായത് 2 വേവ്സിന്റെ ചിത്രം വന്നിട്ടുണ്ട്, ഫിഗർ എയും ഫിഗർ ബിയും. സോ വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ എ? അതായത് ഫസ്റ്റ് ഫിഗറിലുള്ള തരംഗത്തിന്റെ തരംഗദൈർഘ്യം എത്രയാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് ചോദ്യത്താണ്, മലയാളികൾക്ക് വേണ്ടി കേൾക്കാം. ആദ്യ ചിത്രത്തിലുള്ള തരംഗത്തിന്റെ തരംഗദൈർഘ്യം, ഇതിന്റെ വേവ് ലെങ്ത് എത്രയാണ് ചോദിച്ചിരുന്നത്. വേവ് ലെങ്ത് പറഞ്ഞാൽ എന്താ, 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരം, 2 ശൃംഗങ്ങൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ 2 ഗർത്തങ്ങൾ തമ്മിലുള്ള ദൂരം ആണോ, അല്ലേ? ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ എ? എയിലുള്ള എത്രയാണ് നോക്കുന്നത്, 2 ക്രസ്റ്റുകൾ, 2 ശൃംഗങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയാണ് നോക്കാം. 4 മീറ്റർ അല്ലേ, 1 to 5 എത്ര, 4. ഇവിടുന്ന് 1 മുതൽ ഇവിടെ 5 വരെ എത്ര ഉണ്ടാവും, ബാക്കി 4. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്, 4. ഇനി ട്രഫ് അല്ലെങ്കിൽ അർത്ഥം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ 3 to 7 അല്ലെ, 3 to 7, ബാക്കി എത്ര ഉണ്ടാവും, 4 ഉണ്ടാവും. ഡിസ്റ്റൻസ് എത്രയാണ്, 4 മീറ്റർ ആണ്. ഫസ്റ്റ് വേവ് ലെങ്ത് എയുടെ എത്രയാണ്, 4 മീറ്റർ ആണ്. അതായത് 2 ക്രസ്റ്റുകൾ തമ്മിലോ 2 ട്രഫുകൾ തമ്മിലുള്ള ദൂരാണ് എന്ത്, വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. ഓക്കെ, ശൃംഖങ്ങളും ഗർത്തങ്ങളും സെറ്റാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് വേവ് ഇൻ ഫിഗർ ബി? ഇതേപോലെ കണ്ടെത്തും. അപ്പൊ നമുക്ക് ഏത് കിട്ടും, 2 മീറ്റർ കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ടൈം കളയണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തീർക്കണം. അപ്പൊ മനസ്സിലാക്കുക, 2 ക്രസ്റ്റ് അല്ലെങ്കിൽ 2 ട്രഫ്, 2 ശൃംഖങ്ങളും 2 ഗർത്തങ്ങളും തമ്മിലുള്ള ദൂരാണ് എന്ത്, അടുപ്പിച്ചിരിക്കുന്ന 2 ക്രസ്റ്റും 2 ട്രഫും അല്ലെങ്കിൽ 2 ശൃംഖങ്ങളും ഗർത്തങ്ങളും തമ്മിലുള്ള ദൂരാണ് എന്ത്, ഡിസ്റ്റൻസ് ആണ് എന്ത്, വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. അത് നിങ്ങൾക്ക് 2 കിട്ടും. അടുത്ത ചോദ്യം എന്താ വെച്ചാല്,
ഫ്രീക്വൻസി കാണാനാണ്. ഇഫ് ബോത്ത് വേവ്സ് ടേക്ക് 1 second ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഇനിയുള്ള ചോദ്യം ഫ്രീക്വൻസി കാണാനുള്ള ചോദ്യമാണ്. ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, കുഞ്ഞി എഫ് ഈസ് ഈക്വൽ ടു കുഞ്ഞൻ ബൈ കുഞ്ഞുട്ടി. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അതായത് ചെറിയ എഫ് അല്ലേടാ നോക്കിയാ, ചെറിയ എഫ് ഈസ് ഈക്വൽ ടു കുഞ്ഞൻ ബൈ കുഞ്ഞുട്ടി. ഇതാണ് ഇക്വേഷൻ. പിന്നെ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്, നമ്പർ ഓഫ് വേവ്സ് ആണ്. ഇവിടെ എത്ര ഉണ്ട് നോക്കിക്കോട്ടോ. ഏതാണ് ഫിഗർ, ഏതാണ് ഇനി ഫിഗർ എ എന്നാ പറഞ്ഞത്, നോക്കിക്കോ. 1 ഇത് ഇങ്ങനെ പോയാലാണ് ഒരു വേവ് ആവുക. അടുത്തത് 2 3 3 ഉള്ളൂ. അപ്പൊ ഇസ് ഈക്വൽ ടു 3 ടൈം തന്നിട്ടുണ്ട് 1 സെക്കൻഡ്, 3/1 ഇസ് ഈക്വൽ ടു 3 ഹേർട്സ്. ഫ്രീക്വൻസിയുടെ ഹേർട്സ് അല്ലെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റ് പറഞ്ഞ ഹേർട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടുക? 3 ഹേർട്സ് എന്നാ കിട്ടുക. 3 ഹേർട്സ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു കുഞ്ഞൻ ബൈ കുഞ്ഞുട്ടി. ചെറിയ എൻ ബൈ ചെറിയ ടി ആണ് ഇക്വേഷൻ. എന്നാൽ പീരീഡ് കാണാനുള്ളതോ ക്യാപിറ്റൽ ലെറ്റർ ടി ഇസ് ഈക്വൽ ടു കുഞ്ഞുട്ടി ബൈ കുഞ്ഞൻ, അല്ലെങ്കിൽ വലിയ ടി ഇസ് ഈക്വൽ ടു ചെറിയ ടി ബൈ ചെറിയ എൻ, വലിയ ടി ഇസ് ഈക്വൽ ടു കുഞ്ഞുട്ടി ബൈ കുഞ്ഞൻ. ഇതാണ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ടി ടൈം ആണ്, എൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. കുഴപ്പമൊന്നുമില്ല, ഇത് സെറ്റ് ആണ്. ഇനി ഡി, വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് എന്നുള്ളത് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സെക്കൻഡ് വേവിനാണുള്ളത്. കാരണം എത്ര നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വേവ്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ഏതിനാ കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവുക? ഇതിനല്ലേ? ആണ്, പ്രശ്നമൊന്നുമില്ല. ഇതിനാണ് കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പൊ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വേവ് ഏതാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് വേവ് നമ്പർ 2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫിഗർ നമ്പർ 2 ആണ്. സെറ്റ് ആണ്. ഇതേപോലെ ഇങ്ങനത്തെ ഗ്രാഫ് തന്നിട്ടാണ് ഈ പാഠത്തിൽ മെയിൻ ആയിട്ട് ചോദ്യങ്ങൾ വെക്കുക. അടുത്ത ഇതേപോലത്തെ ചോദ്യം ഉണ്ട്. ദ സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ വേവ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതെന്താ ക്വസ്റ്റ്യൻ കറക്റ്റ് മൈൻഡിൽ ഫീഡ് ചെയ്തിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ മൈൻഡിൽ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ചോദിച്ചുള്ളത് ഹൗ മെനി ക്രസ്റ്റ് ആർ ദെയർ ഇൻ ദ ഫിഗർ. എത്ര ക്രസ്റ്റ് ഉണ്ട്? ഇവിടുന്ന് നോക്കി ഒറ്റയടിക്ക് മനസ്സിലാവും. 1 2 3 1 2 3 എത്ര ഉണ്ട്? 1 2 3. അപ്പൊ എത്ര ട്രഫ് ഉണ്ട്? 3 ട്രഫ് ഉണ്ട്. അപ്പൊ എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ഉണ്ടാ. എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ഉണ്ട് കേട്ടോ, 3 ഉണ്ട്. ഓക്കെ ആണോ? 3 ഉണ്ട്. അടുത്തത് ഹൗ മെനി ട്രഫ്സ് ആർ ദെയർ. 1 2 3 ക്രസ്റ്റ്. ട്രഫ് അല്ലെങ്കിൽ ഗർത്തം 3 ഉണ്ട്. എത്ര ട്രഫ് ഉണ്ട്? അത് 3 അല്ലെ? 3 അല്ലേ? 1 2 3 ആണ്. പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞു. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്. എത്രയാണ് വേവ് ലെങ്ത് എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള പറഞ്ഞു. അതായത് 2 ക്രസ്റ്റ് അടുപ്പിച്ചിരിക്കുന്ന 2 ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ 2 ട്രഫ് തമ്മിലുള്ള ദൂരം, 2 ശൃംഖങ്ങൾ 2 കർത്തങ്ങൾ തമ്മിലുള്ള ദൂരം. ഇതൊന്നും നോക്കിയിട്ട് എന്റെ കുട്ടികൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ക്ലാസ് കണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. വേവ് ലെങ്ത് എത്രയാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒന്ന് കമന്റ് ചെയ്യുക വേവ് ലെങ്ത് എത്ര, അല്ലെങ്കിൽ തരംഗദൈർഘ്യം എത്ര എന്നുള്ളതൊന്നും കമന്റ് ചെയ്യുക. 2 ശൃംഖങ്ങൾ അടുപ്പിച്ചിരിക്കുന്ന 2 ശൃംഖങ്ങളോ അല്ലെങ്കിൽ ഗർത്തങ്ങളോ തമ്മിലുള്ള ദൂരം, 2 ക്രസ്റ്റോ 2 ട്രഫോ തമ്മിലുള്ള ദൂരമാണ് എന്ത്? അവിടുത്തെ വേവ് ലെങ്ത്. ഇവ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ദൂരം. ഇങ്ങനെയാണ് കണ്ടെത്തുക കേട്ടോ. അപ്പൊ ഒന്ന് കണ്ടെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 10 സെക്കൻഡ് മതി, സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. സോ അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ പണി. അടുത്ത ചോദ്യം, സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഫ്രീക്വൻസി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അതൊക്കെ ആദ്യം എഴുതിക്കുക. ഫ്രീക്വൻസി ഇത്ര തന്നിട്ടുണ്ട്. സ്മോൾ ലെറ്റർ എഫ് ഈസ് ഈക്വൽ ടു 175 ഹെർട്സ് ആദ്യം തന്നിട്ടുണ്ട്. അടുത്തത് ഹാസ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ ലാംഡ. ഈ ലാംഡയാണ് വേവ് ലെങ്ത്തിന്റെ ചിഹ്നം. 2 മീറ്റർ കേട്ടോ, 2 മീറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്പീഡ് ഈസ് ഈക്വൽ വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇവിടെ അതേമാതിരി തന്നിട്ടുണ്ട്. 175 ആണ് ഫ്രീക്വൻസി, 2 ആണ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് സെന്റിമീറ്ററിൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്തിക്ക് മാറ്റണം? മീറ്റർക്ക് മാറ്റണം കേട്ടോ, മറക്കരുത്. ഇനി 175 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 350 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ക്ലിയർ ആയോ? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ളതാണ് ഇക്വേഷൻ. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ആരും പഠിക്കാതെ പോരുത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീക്വൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം, ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് വേഗത ഈസ് ഈക്വൽ ടു
മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ചാല് ആവൃത്തി ഇൻഡു തരംഗദൈർഘ്യം. ഇവിടെ നിങ്ങൾക്ക് ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിന്റെയും ഇക്വേഷൻ ഉണ്ടാക്കാം. ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. സെറ്റാണ്. മെല്ലെ അടുത്തതിലോട്ട് പോകാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അടുത്തത് ദ എക്കോ ഓഫ് ഫയർ ക്രാക്കർ, അല്ലെങ്കിൽ കതീന എന്ന് പറയും, കദീന അങ്ങനെ എന്തോന്ന് പറയാം, കദീന എന്ന് പറയില്ല നമ്മൾ. ഈസ് ഹെഡ് ആഫ്റ്റർ 1 സെക്കൻഡ് ബൈ ദ പേഴ്സൺ ഹു ബേസ്റ്റ് ഇറ്റ്. അതായത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട്, പടക്കം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ടൈം ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. കുഴപ്പമൊന്നുമില്ല, തന്നത് എഴുതി. ഹൗ ഫാർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഫ്രം ദ പേഴ്സൺ ഹിയറിംഗ് ദ എക്കോ. അതായത് ഈ എക്കോ കേൾക്കണമെങ്കിൽ അതൊരു സാധനം തട്ടി തിരിച്ചു വരണം. ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ഞാൻ പറഞ്ഞു എക്കോ 1/10 സെക്കൻഡ് ഇതിന്റെ ഉള്ളിൽ കേട്ടാലേ നമുക്കത് എക്കോ ആയിട്ട് ഫീൽ ആവുള്ളൂ. ആണോ അല്ലേ? മാക്സിമം എത്ര മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്നാണ്? 17.5 അല്ലെങ്കിൽ 17 മീറ്റർ ആണ്. ആണോ അല്ലേ? ആണ്. നോക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. എക്കോയുടെ ഈ കാര്യങ്ങളാണ്. അപ്പോ ഇവിടുന്ന് പടക്കം പൊട്ടിക്കുന്നതും ആ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എത്ര ദൂരമുണ്ട് എങ്ങനെ കാണാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഹൗ ഫാർ, എത്ര ദൂരം. ആണോ അല്ലയോ? ആണ്. വേഗത തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ വേഗത, ശബ്ദത്തിന്റെ വേഗത തന്നിട്ടുണ്ട്. എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി വേറെ കാര്യമുണ്ട്, ഡിസ്റ്റൻസ് ഡി ആണോ? അല്ലല്ലോ. അങ്ങോട്ടും പോണം, അവിടെ തട്ടി ഇങ്ങോട്ടും വരണം. അപ്പൊ ഒരു ഡി അങ്ങോട്ട് പോയി, അടുത്ത ഡി ഇങ്ങോട്ട് വന്നു. 2D ഇല്ലേ? 2D ഉണ്ട്. S ഈസ് ഈക്വൽ ടു 2D/T എന്നാണ്. ഈ സ്മോൾ ലെറ്റർ ആക്കിയിട്ട് എഴുതാം. S ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ എഴുതാം. 2D/T ആണ്. കാരണം എന്താ വെച്ചാല് ഈ ദൂരം അങ്ങോട്ടും പോയി, അവിടെ സൗണ്ട് പോയി ഇങ്ങോട്ട് തട്ടി തിരിച്ചെത്തണം. അപ്പൊ ഒരു ദൂരം അങ്ങോട്ടും പോകുന്നുണ്ട്, ഒരു ദൂരം ഇങ്ങോട്ടും വരുന്നുണ്ട്. അപ്പൊ D അല്ല 2D ആണ്. നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് അല്ലേ കാണേണ്ടത്. അപ്പൊ 2D ഈസ് ഈക്വൽ ടു S ഇൻറ്റു T എന്നാവും ഇക്വേഷൻ. എന്താവും? S ഇൻറ്റു T എന്നാവും. സ്പീഡ് നിങ്ങൾക്ക് അറിയാം, സൗണ്ടിന്റെ സ്പീഡ് എത്രയാണ്? 350 ആണ്. സമയം എത്രയാടാ? സമയം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. ഇൻറ്റു 1. ഡി ഈസ് ഈക്വൽ ടു, അപ്പൊ എങ്ങനെ വരിക? ഡി ഈസ് ഈക്വൽ ടു 350/2. ഡി ഈസ് ഈക്വൽ ടു 350/2. ആണോ അല്ലേ? ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് ചെയ്ത് നോക്കാം. 350/2 എന്ന് വരുമ്പോ ഒരു 175 ഒക്കെ ആവും നമുക്ക് ഉത്തരം കിട്ടുക. 175, സോറി തെറ്റുണ്ട്. 350/2 എന്ന് വരുമ്പോ 175 അല്ല കിട്ടുക കേട്ടോ. അതൊന്ന് വായിക്കട്ടെ, വെയിറ്റ് ചെയ്യേ. ഈ സ്റ്റെപ്പ് ബുക്കിൽ എഴുതിയിരിക്കാം കേട്ടോ, ബുക്കിൽ എഴുതിയിരിക്കണം. അല്ല എന്റെ ക്ലാസ് കണ്ടിട്ട് ആ നോട്ട് ജസ്റ്റ് വായിച്ചു പോയിട്ട് കാര്യമില്ല, കാൽക്കുലേഷൻ ചെയ്ത് തന്നെ നോക്കണം. 350/2 എന്നാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആദ്യം 1, 7 എന്ന് പറയുമ്പോ 175 തന്നെയാണ് കിട്ടുക കേട്ടോ. 175 തന്നെയാണ് കിട്ടുക. ഡിസ്റ്റൻസ് 175 മീറ്റർ ആണ്. 175 ഇൻറ്റു 2 ചെയ്ത് നോക്കിയാൽ 10, 1, 15, 1, 350. ഞാൻ പറഞ്ഞ പോലെ തന്നെ 175 മീറ്റർ ആണ് കിട്ടുക കേട്ടോ. 175 മീറ്റർ ആണ് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. സോ സംഭവം കിട്ടി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് 175 മീറ്റർ ആണ് കിട്ടുക. ഇനി മെല്ലെ അടുത്തതിലോട്ട് പോവാം. The following figure illustrates the propagation of sound waves from tuning fork 341 Hz to our ears. ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്നുള്ള സൗണ്ട് നമ്മളെ ചെവിയിലോട്ട് ഇങ്ങനെ വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത്. ഇത് വരുമ്പോ വിച്ച് ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ വേവ്? ഇവിടെ ഉണ്ടാവുന്ന വേവ് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ അല്ലേ? ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഏത് വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത്, അനലൈസ് എ ഫിഗർ കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ വേവ്. എന്തൊക്കെ കാണണം? ഫ്രീക്വൻസിയും കാണണം, വേവ് ലെങ്തും കാണണം വേവിന്റെ. ഹെൻസ് കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് റെപ്രസെന്റഡ്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ദ ഫോളോയിങ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ്സ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ഫ്രം എ ട്യൂണിംഗ് ഫോർക്ക്. ഫ്രീക്വൻസി 341 ഹേർട്സ് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 341 ഹേർട്സ് തന്നിട്ടുണ്ട്. ഇനി കാണാനുള്ളത് ഐഡന്റിഫൈ ദ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. 2 ക്രസ്റ്റ് തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ 2 ട്രഫ് തമ്മിലുള്ള ദൂരം, 2 ശൃംഖവോ ഗർത്തമോ തമ്മിലുള്ള ദൂരം എത്രയാണ്? വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് തന്നിക്കണ്. പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ കാണേണ്ടത്? സ്പീഡാ കാണേണ്ടത്. ഫ്രീക്വൻസിയും കിട്ടി, വേവ് ലെങ്ത്തും കിട്ടി, ആവൃത്തിയും കിട്ടി, തരംഗദൈർഘ്യവും കിട്ടി. എന്താ കാണേണ്ടത്?
സ്പീഡാ കാണുന്നത്. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള പഠിപ്പിച്ച ഓർമ്മ ഉണ്ടോ? അപ്പൊ വി ഇസ് ഈക്വൽ ടു 341 അപ്പൊ വി ഇസ് ഈക്വൽ ടു 341 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടുക. കുഴപ്പമുണ്ടോ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് കണ്ടാൽ മനസ്സിലാക്കുക ട്യൂണിംഗ് ഫോർക്ക് വരുന്നത് എങ്ങനെ പോകും, പാരലായിട്ട്. അപ്പൊ ഇതാണ് ലോഞ്ചിറ്റ്യൂഡൽ ആണ് കേട്ടോ. പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത്, 2 pith balls are suspended near the 2 prongs of tuning fork fixed on a table so as to test the prongs. A person play piano sitting near the system. അതായത് ട്യൂണിംഗ് ഫോർക്ക് ഏകദേശം ഇങ്ങനെയാണ് വരിക, ആണോ അല്ലേ? 2 പിത്ത് ബോൾസിനെ ഈ 2 പ്രോങ്സിന്റെ ഇടയിൽ ഇങ്ങോട്ട് നോക്കിയാ മഞ്ഞു പോണേ. ഓക്കെ, 2 ബോളിനെ പിത്ത് ബോൾസിനെ ഇതിനിടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ പേഴ്സൺ പ്ലേസ് എ പിയാനോ സിറ്റിംഗ് നിയർ ദ സ്റ്റെം. ഇതിന്റെ അടുത്ത്, ഈ സ്റ്റെമ്മിന്റെ അടുത്ത് വന്നിട്ട് ആരെന്തോ വായിക്കുന്നുണ്ട്, ഒരു പിയാനോ വായിക്കുന്നുണ്ട്. ഒരാൾ എന്തോ വായിക്കുന്നുണ്ട്, ഒരു പിയാനോ വായിക്കുന്നുണ്ട്. അപ്പോ ഇൻ ദിസ് കേസ് ദ പിത്ത് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി. അതായത് ഈ പിയാനോ വായിക്കുമ്പോ ഇതെന്ത് ചെയ്യും, പിത്ത് ബോൾസ് എന്ത് ചെയ്യും, ചെറുതെ മൂവ്മെന്റ് ഉണ്ട്. പിത്ത് ബോൾസിന് ചെറിയ മൂവ്മെന്റ് ഉണ്ട്. മെറ്റൽ ബോൾ ആണ് പിത്ത് ബോൾ എന്ന് വിളിക്കുക. അതിന് എന്തുണ്ട്, ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ കാരണം എന്താ, എക്കോ ആണോ? അല്ലല്ലോ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ, ആണോ അല്ലേ? ഈ പിയാനോ വായിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് ഫോർക്ക് ആരെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും, ഫോഴ്സ് ചെയ്യിപ്പിക്കും വൈബ്രേറ്റ് ചെയ്യാൻ. ആരെ? ഈ പിത്ത് ബോളിനെ. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് കാരണം. ചോദ്യം വായിച്ചു നോക്കിയാൽ മതി. അടുത്തത്, വൈൽ പ്ലേയിങ് സർട്ടൈൻ നോട്ട്സ് ഓൺ ദ പിയാനോ ദ പിത്ത് ബോൾസ് ആർ ത്രോൺ ടു എ മാക്സിമം ഡിസ്റ്റൻസ്. അതായത് പിയാനോ സർട്ടൈൻ നോട്ട്സ് ഇങ്ങനെ, ചില കീസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ പിത്ത് ബോൾ കുറെ ദൂരത്തേക്ക് പോകുന്നുണ്ട്. അതിന് കാരണം എന്താണ്, റെസോണൻസ് അല്ലേ. റെസോണൻസ് ഇരിക്കുന്ന ഒരു വസ്തുവിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേടാ, ആയതി മാക്സിമം അല്ലേ, ആണോ? ആയതി മാക്സിമം ആണ്. നോക്കിയത് പിയാനോ നോട്ട്സ് മാച്ച് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. രണ്ടും പിയാനോ നോട്ട്സിന്റെയും പിത്ത് ബോളിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഒരേപോലെ, ട്യൂണിംഗ് ഫോർക്കിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഒരേപോലെ ആകുമ്പോൾ റെസൊണൻസിലാവും, അനുനാദത്തിലാവും. ഒരു സാധനം റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദത്തിൽ ആയിക്കഴിഞ്ഞാൽ അതിന് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്, അതായത് പരമാവധി ആയതിയാണ്. നിങ്ങൾ പഠിച്ചതാണ്, ആണോ അല്ലേ? ആണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ അത് കുറെ ദൂരം പോകും പിത്ത് ബോൾ. ഇവിടെ ചിലപ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ പോകും, നല്ല ദൂരം പോകും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് എന്തിന്, റെസൊണൻസിലാവുമ്പോൾ, അനുനാദത്തിലാവുമ്പോൾ. നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടുന്ന് ഇത്ര ചോദ്യങ്ങളൊക്കെ മതി. ഇനി ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കണം ഇങ്ങനത്തെ ചോദ്യങ്ങളാട്ടോ. ഈ പാഠത്തുനിന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങളാണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ഒരു പാഠത്ത് നിങ്ങൾ മെയിനായിട്ട് പഠിക്കാം. ഇനി ഈ പാഠത്തുനിന്ന് വേറെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ, ആയതി, ആവൃത്തി, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ക്രസ്റ്റ്, റഫ്, വേവ് ലെങ്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് പഠിക്കാം. റെസൊണൻസിന്റെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് പഠിക്കാം. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല, പക്ഷെ നമുക്ക് SSLCയുടെ മെയിൻ എക്സാമിന് ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ അത് മോഡൽ ആവുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവാം. അപ്പൊ ഇപ്പോഴും പറയാണ്, ഒരിക്കലും ഒരു ഷുവർ ഷോട്ട് അല്ല, ഒരിക്കലും ഒരു പ്രഡിക്ഷൻ അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഇതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. അപ്പൊ നിങ്ങളൊരു ബുക്കും പേന എടുത്ത് മുന്നിലിരിക്കുക കേട്ടോ, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് നോക്കി കുത്തിരിക്കരുത്. ഇനി അടുത്ത ചോദ്യം ഇത്രയാണ്. ലെൻസസ് എന്നുള്ള പാഠത്തു നിന്നാണ് ചോദ്യം. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആണ്, പക്ഷേ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ്, കോൺകേവ് ലെൻസിന് എപ്പോഴും എന്താണ്, നെഗറ്റീവ് ആണ്. തന്നിട്ടുണ്ട് -20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്തിന്റെ ഫോക്കൽ ലെങ്ത്, കോൺകേവ് ലെൻസിന്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്തിന്റെ ഫോക്കൽ ലെങ്ത്, കോൺവെക്സ് ലെൻസിന്റെ. ഇനി an object of height 2 സെന്റിമീറ്റർ, HO ഒബ്ജക്ട് ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്, is placed at a distance 30 സെന്റിമീറ്റർ. U ഒബ്ജക്ട് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാക്കുക, വസ്തുവിലോട്ടുള്ള ദൂരം എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്. ലെൻസ് ഇമേജിലേക്കുള്ള ദൂരം കാണാൻ, വി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഉണ്ട്, HO ഉണ്ട്, U ഉണ്ട്. ആണോ അല്ലേ? ഒരു ഇക്വേഷൻ അറിയണ്ടാവും, 1/f is equal to 1/v minus 1/u എന്നുള്ള ഇക്വേഷൻ അറിയാം. ഇവിടെ നിങ്ങൾക്ക് വിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. 1/v is equal to 1/f plus 1/u. എന്താണ് ഇക്വേഷൻ? 1/v is equal to
യു പ്ലസ് എഫ് ഡിവൈഡ് ബൈ യു എഫ്, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. ഇങ്ങനെയാണ് വിയുടെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇത് കാണാപ്പാഠം പഠിക്കുക. വിയുടെ ഇക്വേഷൻ എന്താണ്? യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ് ട്ടോ. യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. വി അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇൻറ്റു ഫോക്കൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് പ്ലസ് ഫോക്കൽ ലെങ്ത്, യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്. ഇതേപോലെ യുവിനൊരു ഇക്വേഷൻ ഉണ്ട്, എഫിനൊരു ഇക്വേഷൻ ഉണ്ട്. പഠിച്ചോളാം. ഇതാണ് വീടുള്ള ഇക്വേഷൻ. ഇതൊന്നും വായിക്കട്ടെ, ഞങ്ങളോട് പറഞ്ഞ ബുക്കിൽ എഴുതിയെടുക്കുക. ഇതെങ്ങനെ ഇക്വേഷൻ വന്നത് പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് നിങ്ങളെ മെയിൻ ഇക്വേഷൻ. വി ഈക്വൽ യു എഫ് ബൈ യു പ്ലസ് എഫ്. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? ഇതില് എഫ് അറിയാം, യു അറിയാം. അറിഞ്ഞൂടെ? നമുക്ക് ട്രൈ ചെയ്യാം. വി ഈസ് ഈക്വൽ ടു -30 ഇൻറ്റു -20 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20. അങ്ങനെ തന്നെയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് ഓട്ടോമാറ്റിക് പ്ലസ് ആവും. 3 2 600 ഡിവൈഡഡ് ബൈ 50 -50. 600 ഡിവൈഡഡ് ബൈ -50 ആണോ? ആണ്. 600 ഡിവൈഡഡ് ബൈ -50 എന്ന് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 0 ക്യാൻസൽ ചെയ്തു. -12 സെന്റിമീറ്റർ ആണ് ഉത്തരം കിട്ടുക. -12 സെന്റിമീറ്റർ. ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നെയാണ് ഉത്തരം. -30 -20 പറയുന്നത് 600 ആണ്. ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20 -50 ആണ്. ബി നിങ്ങൾക്ക് -12 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. എത്ര കിട്ടുക? -12 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കാം. ഹൗ മച്ച് വിൽ ദ മാഗ്നിഫിക്കേഷൻ ബി? മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും, ആവർത്തനം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ചെയ്തു നോക്കല്ലേ? മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ വായിക്കുന്നുണ്ട്. ഈ മെയിൻ ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു പി ബൈ യു നിങ്ങൾക്ക് അറിയാൻ പ്രശ്നമൊന്നുമില്ല. ഇതില് എച്ച് ഒ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, എച്ച് ഐ അറിയില്ല. പക്ഷെ ബി യു അറിയാം. അപ്പൊ നമുക്ക് ബി ബൈ യുയിൽ നിട്ട് നോക്കാം. ബി നിങ്ങൾക്ക് എത്ര കിട്ടി? -12 കിട്ടി. യു എത്ര കിട്ടി? -30 കിട്ടി. എത്ര കിട്ടി? -30 കിട്ടി. കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് എനിക്ക് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? 6 കൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ? ചെയ്യാം. പറ്റൂലേ? ചെയ്യാം. സോ നോക്കിക്കോ, 2 ക്യാൻസൽ ചെയ്തു. 2 6 × 2 12, 6 × 5. പ്രശ്നമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടുക മൈനസും ആണ്. മൈനസും എന്താണ്? പോസിറ്റീവ് ആണ്. 0.4 ഉത്തരം കിട്ടുക. 0.4. മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെങ്കിൽ ഒരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്, അല്ലെങ്കിൽ ഒരു മിഥ്യാ പ്രതിബിംബമാണ് കേട്ടോ. മനസ്സിലാക്കുക. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് എന്താ വെച്ചാൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇതിന് ഞാൻ 6 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 5. 6 2 12, 6 5 30, -2 ബൈ -5 2 ബൈ 5 ആവും. കാരണം മൈനസ് പ്ലസ് ആണ് ഡിവിഷൻ ചെയ്യുമ്പോൾ. അപ്പൊ 2 ബൈ 5 പറഞ്ഞാൽ 0.4 കിട്ടുക. അല്ലെങ്കിൽ ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിട്ട് കിട്ടുവേ. കുഴപ്പമൊന്നുമില്ല, സെറ്റപ്പ് ആണ്. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്, വെർച്വൽ ഇറക്റ്റ് ആണ്. പക്ഷെ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം മൈനസ് ആണ്, അത് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടർ ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ സെറ്റപ്പായി. അങ്ങനല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ? പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. സ്മോൾ ലെറ്റർ എഫ് ആണ്. ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? പവർ. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. ഓക്കെ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല. പവർ മൈനസ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണ്. പവർ മൈനസ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസ് ആണ്. പവർ പ്ലസ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. പ്രശ്നമുണ്ടോ? പവർ മൈനസ് ആണെങ്കിൽ കോൺകേവ്, പവർ പ്ലസ് ആണെങ്കിൽ കോൺവെക്സ്. സോ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ? ഞാൻ പറഞ്ഞു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും മൈനസ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും കേട്ടോ. P ഈസ് ഈക്വൽ ടു 1/f ആണ് ഇക്വേഷൻ. അപ്പോ എഫ് നിങ്ങൾക്ക് അറിയാം, -25 സെന്റിമീറ്റർ. P ഈസ് ഈക്വൽ ടു 1/-25. 1/-25. ഇത്രയും ഞാൻ ചെയ്തു. നിങ്ങൾക്ക് ചെയ്യാനെങ്കിൽ ഒറ്റ സ്റ്റെപ്പും പാടേ ഉള്ളൂ. പിന്നെ ഉത്തരം എത്ര കിട്ടാന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. 1/-25 ആണ്. 0 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. 0
സംതിങ് ആണ് കിട്ടുക, അത് ഞാൻ ഗ്യാരണ്ടി. പക്ഷെ മൈനസ് ആയിരിക്കും കിട്ടും, കാരണം ഉത്തരം മൈനസ് ആയിരിക്കും കിട്ടുക. കാരണം കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഉത്തരം നിങ്ങൾക്ക് നെഗറ്റീവ് ആവും കിട്ടുക. നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. നിങ്ങൾക്ക് തരുന്ന എന്താ വെച്ചാല് നിങ്ങളിത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങളിത് എക്സാമിന് പോയിട്ട് മാനത്തോട്ട് നോക്കിയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. പക്ഷെ ഞാൻ ഗ്യാരണ്ടി തരാം, അത് നെഗറ്റീവ് ആണ് ഉത്തരം വരിക. മൈനസ് പോയിന്റ് സംതിങ് ആണ് വരിക, 0 സംതിങ് ആണ് വരിക. സോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ സാധനങ്ങൾ നിങ്ങൾക്ക് തരണുള്ളൂ. ഇതൊക്കെ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം മെല്ലെ മെല്ലെ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോൾ എന്തേ വരുള്ളൂ? പോസിറ്റീവേ വരുള്ളൂ. എഫ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ എന്ന് കിട്ടി. ആൻഡ് ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. HI ഒബ്ജക്ട് ഹൈറ്റ് 3 സെന്റിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, സോറി HI അല്ല, ഒബ്ജക്ട് ആണ്, സോറി കേട്ടോ, മാറിയതാണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO ആണ്. എന്താണ്? HO ആണ്. ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. HO എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാക്കാം. ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ. ലൊക്കേറ്റ് ഡിസ്റ്റൻസ് അപ്പൊ യു എത്ര കിട്ടി? യു 60 സെന്റിമീറ്റർ. യു മൈനസ് 60 സെന്റിമീറ്റർ. മൈനസ് 60 നമ്മൾ എഴുതണം, കാരണം യു എപ്പോഴും എന്തേ വരുള്ളൂ? നെഗറ്റീവേ വരുള്ളൂ. സോ നോക്കാം എന്താ കാണേണ്ടത്. കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ആണ് കാണേണ്ടത്. HI ആണ് കാണേണ്ടത്. HI ആണ് കാണേണ്ടത്. പിന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്, അതും കാണണം. HI കാണണം. HI കാണാൻ നിങ്ങൾ ആകെ ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. M is equal to HI by HO is equal to V by U. ഇതിൽ U നിങ്ങൾക്ക് അറിയാം, V നിങ്ങൾക്ക് അറിയില്ല. അറിയില്ല. ഇത് അറിയാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാം. V is equal to U into F by U plus F. അപ്പൊ U കിട്ടും, സോറി V കിട്ടും. V is equal to U into F by U plus. അപ്പൊ V കിട്ടും. ഇവിടെ V ഉണ്ട്, U അറിയാം. ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് HI അറിയാം, കാരണം HO നിങ്ങൾക്ക് അറിയാം. അറിയേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എഴുതി ചെയ്യും. പക്ഷെ എനിക്ക് ആദ്യം എന്തോ കണ്ടുപിടിക്കണം? V കണ്ടുപിടിക്കണം. V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V is equal to നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ UF by U plus F. അല്ലേ നേരത്തെ വെച്ചാൽ അതേ ഇക്വേഷൻ ഇവിടെ ഉണ്ടാവുമല്ലോ, ചെയ്തു വെച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, U into F divided by U plus F ആണ്. അതേ ഇക്വേഷൻ തന്നെയല്ലേ? നോക്കിക്കോ, തന്നിട്ടുണ്ട്. is equal to -60 into 20 divided by -60 plus 20. കുഴപ്പമുണ്ടോ? ഇല്ല, തന്നെയല്ലേ സംഭവം. ആണ്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആണ്. പക്ഷെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എല്ലാത്തിനും എന്താണ്? കോൺകേവിനും കോൺവെക്സിനും എന്താണ്? നെഗറ്റീവ് ആണ്. ഒബ്ജക്റ്റ് ഹൈറ്റ് HO എപ്പോഴും എല്ലാ ലെൻസിനും എന്താണ്? പോസിറ്റീവ് ആണ്. നോക്കിക്കോട്ടോ. 6 × 2 12 ആണെങ്കിൽ -60 ഇൻറ്റു -60 ഇൻറ്റു 20 എത്രയാണ്? -1200 അല്ലേടാ? ആണിടാ. -60 പ്ലസ് 20 മൈനസ് ആണ്. ചെയ്യേണ്ടത്. എത്രയാണ്? 60 - 20 എത്ര? 40 ആണ്. -40 ചെയ്ത് നോക്കി മതി. -40 ആണ്. വെട്ടി മൈനസ് പ്ലസ് ആവൂലേ? ഈ മൈനസും എന്താവും? ഈ മൈനസും എന്താവും? പ്ലസ് ആവും. ഡിവിഷൻ ആണ്. ഈ കോമൺ കോൺസെപ്റ്റ് നിങ്ങൾ മാത്സ് പഠിച്ചാണ്. 30 സെന്റിമീറ്റർ. 12 എത്ര? 4 ഉണ്ട്. 3. ബാക്കി പൂജ്യം എടുക്കാം. 30 × 4 120. 30 സെന്റിമീറ്റർ പ്ലസ് എന്ന് കിട്ടി. V പ്ലസ് 30 കിട്ടി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ സംഭവം കിട്ടി. ഇനി ജസ്റ്റ് നിങ്ങൾ എന്ത് കാണണം? നിങ്ങൾക്കോടെ എന്താ കാണാൻ പറയണേ? ഹൈറ്റാ കാണാൻ പറയണേ. M is equal to HI by HO is equal to V by U എന്നാണ്. V അറിയാം, U അറിയാം, HI അറിയില്ല. HI by HO അറിയാം, എത്രയാണ്? 3 is equal to U നിങ്ങൾക്ക് അറിയാം. -60 by എത്രയാണ് ഉത്തരം? 30. -60 by 30 ആണ്. അതിന്റെ മുന്നേ സിമ്പിൾ ആയിട്ട് വേറെ മെത്തേഡ് ഉണ്ട്. ആദ്യം മാഗ്നിഫിക്കേഷൻ കാണാം. M is equal to -60, സോറി 30/60 കാണാം. ഇക്വേഷനിലാണ്. V by U ആണ് ഇക്വേഷൻ. അപ്പോൾ 30/-60 പ്രശ്നമുണ്ടോ? ക്യാൻസൽ ചെയ്തു. 1/2 എന്നാണ് ഇത് പറയാം. 3 ക്യാൻസൽ ചെയ്യാം. 3 എത്ര? 3 ഉണ്ട്. 1 2 എത്ര? -1/2. 1/2 എത്ര? -0.5 ആണ്. മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടുക? -0.5 ആണ് മാഗ്നിഫിക്കേഷൻ കിട്ടുക. മാഗ്നിഫിക്കേഷൻ -0.5 ആണ്. ആവർത്തനം -0.5 ആണ്. ഇനി HI by HO കാണാം. M is equal to HI by HO എന്ന് അറിയാം. ഓക്കെ, M എത്ര അറിയാം? -0.5 is equal to HI by HO 3 ആണോ? ചെയ്ത് നോക്കാം. HI is equal to 3 ×
-0.5. എത്ര ഒന്ന് പറഞ്ഞാട്ടിയാ 3 × -0.5 എത്ര? ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് നോക്കിയാ 15. ഒരു പോയിന്റ് മാറ്റി കിട്ടുക -1.5 കിട്ടുക. എത്ര കിട്ടും? -1.5 കിട്ടുക. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. -1.5 കിട്ടുക. എത്ര കിട്ടുക? -1.5. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മാഗ്നിഫിക്കേഷൻ മൈനസാ കിട്ടിയിരിക്കുന്നത്. ഇമേജ് ഹൈറ്റ് -1.5 കിട്ടി. ഇമേജ് ഹൈറ്റ് എത്രയാണ്? -1.5. അതെങ്ങനെ കിട്ടിയോ മനസ്സിലാക്കി നിങ്ങൾ എന്റെ ഒപ്പം ചെയ്താൽ മതി. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ്. മാഗ്നിഫിക്കേഷൻ മൈനസ് ആണെങ്കിൽ, ആവർത്തനം മൈനസ് ആണെങ്കിൽ മൈനസ് ആണ്. എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥവും തലതിരിഞ്ഞും മനസ്സിലാക്കുക. ഞാൻ ഇതൊക്കെ ഒന്നാണ് ക്ലിയർ ചെയ്യാണ്. ഒക്കെ നിങ്ങൾ നോക്കുക. ഉത്തരം എങ്ങനെ എഴുതി വെച്ചിരിക്കണേ, കാരണം ഇത് നിങ്ങൾക്ക് സ്ലൈഡ് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. ക്ലാസ് കണ്ടിട്ട് മാത്രം സ്ലൈഡ് എടുത്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത്ര സ്പീഡിൽ പോകുന്നത് നിങ്ങൾ പഠിച്ചു എന്ന രീതിയിലോട്ടാണ് ഇങ്ങനെ സ്പീഡിൽ പോണത്. നമ്മളിത് ക്ലാസ് എടുക്കല്ല, റിവിഷൻ ചെയ്യണം, ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഞാനിത് ഇങ്ങനെ പോകും. എന്നാലും ഞാൻ ബേസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിന്റെ ലിങ്ക് അടിയിലുണ്ടാവും, അതിൽ നോക്കിയാൽ മതി. ജസ്റ്റ് മെസ്സേജ് അയക്കാം, ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാം കേട്ടോ. അടുത്തതിലോട്ട് പോവാണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റിന്റെ ഫോർമേഷൻ ബാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ബിറ്റ്വീൻ F and 2F ആണെങ്കിൽ ഫോർച്ചുനേറ്റഡ് എവിടെ വരുള്ളൂ? ബിയോണ്ട് 2F വരുള്ളൂ. ബിറ്റ്വീൻ F and 2F ആണെങ്കിൽ 2F-നും F-നും ഇടയിലാണെങ്കിൽ ആ ഇമേജ് എപ്പോഴും എവിടെ വരുള്ളൂ? ബിയോണ്ട് 2F. ഇവിടെ വരുള്ളൂ. റിയൽ ആൻഡ് ഇൻവേർട്ടർ ആയിട്ട് അവിടെ വരുള്ളൂ. വരച്ചു നോക്കുക. അങ്ങോട്ട് നോക്കിയാൽ ഇത് കൂടെ പോയി പാരലായിട്ട് പോയാൽ ഫോക്കസ് കൂടെ. ചിലപ്പോൾ അളവ് ശരിയാവണമെന്നില്ല. സ്കെയിൽ എടുത്ത് വരക്കട്ടോ നിങ്ങൾ. ഞാൻ അതുകൊണ്ട് കൈകൊണ്ടാണ് വരക്കണത്. പോയി. ഇനി സെന്റർ കൂടെ പോയാല് ഇതിലൂടെ. എനിക്ക് കറക്റ്റ് അല്ല കിട്ടിയിട്ടുള്ളത്, കാരണം ഞാൻ അളവ് എടുത്തല്ല വരച്ചിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, ബിറ്റ്വീൻ F and 2F എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എവിടെ കിട്ടുക? ബിയോണ്ട് 2F കിട്ടുക. ഇങ്ങനെ ബിയോണ്ട് 2F കിട്ടുക കേട്ടോ. വരച്ചു നോക്കിയാൽ മതി. ബിറ്റ്വീൻ F and 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വസ്തു വെച്ച് കഴിഞ്ഞാൽ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം കിട്ടുക ബിയോണ്ട് 2F-ന് അപ്പുറമാണ്. പഠിച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ. കാണാപ്പാഠം പഠിക്കണം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബിയോണ്ട് 2F കേട്ടോ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. യഥാർത്ഥവും തലതിരിഞ്ഞു കേട്ടോ. നല്ല മീഡിയംകാർ ശ്രമിക്കണം. മലയാളം സ്ലൈഡ് ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ മലയാളം പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥവും തലതിരിഞ്ഞുമാണ്. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ കോൺവെക്സ് ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 50. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആകുമ്പോൾ കോൺവെക്സിന്റെ പവർ എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നോക്കിക്കോ, E = 1/F 1/50. ഒന്ന് ചെയ്ത് നോക്കി 1/50 എത്ര കിട്ടാന്നുള്ളത്. എന്നിട്ട് ഉത്തരം ചെയ്താ പോസിറ്റീവ് ആയിരിക്കും ഉത്തരം വരിക. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യയാണ് ഉത്തരം വരിക. ഒന്നാള് ചെയ്ത് നോക്കിയാൽ മിക്കവാറും 0.02 എന്തൊക്കെയാണ് വരേണ്ടത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള നേരെ പോകാൻ പറ്റില്ല. നമുക്ക് അടുത്തേലോട്ട് പോകും. അതിന്റെ ഇക്വേഷൻ അറിയാം, 1/F ആണ്, = 1/50 ആണ്. അതിന്റെ ഉത്തരം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. അടുത്തത്, the focal length of a convex lens is 100 mm. എത്ര മില്ലിമീറ്റർ ആണ്? 100 mm ആണ്. An object of height 15 mm is located 60 mm from the optic center on optic axis. ഒക്കെ മില്ലിമീറ്ററിലാണ് വന്നിരിക്കണത്. അപ്പോൾ എന്ത് സെന്റിമീറ്റർക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഒക്കെ മില്ലിമീറ്ററിലാവുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. 1 മില്ലിമീറ്റർ 1 സെന്റിമീറ്ററിലാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മാറ്റണമെങ്കിൽ മൊത്തം മില്ലിമീറ്ററിലാവുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. Draw a ray diagram on a graph paper and find the position and height of the image. Focal length of a convex lens is 100 mm. An object of height 15 mm is located 60 mm from the. അതായത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 100 mm. ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് HO = 15 mm. Okay, 60 mm. U = 60 mm. അപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത്? റേ ഡയഗ്രാം വരക്കാൻ, ഗ്രാഫ് പേപ്പറിൽ റേ ഡയഗ്രാം വരച്ചിട്ട് ഫൈൻഡ് ദ പൊസിഷനും ഹൈറ്റും കാണാൻ മെഷർമെന്റ് എടുത്തിട്ട് വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വരക്കാം. ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ള ആവശ്യമില്ല. അടുത്തത്, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട് ഈസ് 20 mm. M = V/U എന്നാണ് നിങ്ങൾക്ക് ഇക്വേഷൻ, അല്ലെങ്കിൽ HI/HO എന്നുള്ളതും ഉണ്ട്. അപ്പൊ M = V/20 mm ആണ്. എത്രയാണ്? 20 mm ആണ് HO. HO 20 mm ആണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. സോറി, HO അല്ല, U 20 mm തന്നിട്ടുള്ളത്. U 20 mm ആണ്. U എത്രയാണ്? 20 mm ആണ്. M = V/U എന്നുള്ളതാണ് ഇക്വേഷൻ വരിക. V നിങ്ങൾക്ക് അറിയില്ല, V കണ്ടുപിടിക്കണം. V = കേട്ടോ,
V is equal to U into F by U plus F. Okay? Okay? U into F by U plus F. U into F by U plus F. ഇനി നോക്കുക യു നിങ്ങൾക്ക് എത്ര അറിയാം? യു നിങ്ങൾക്ക് ആദ്യം അറിയാം 20 മില്ലിമീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എഫ് ആദ്യം അറിയാം 100 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 100. കോൺവെക്സ് ലെൻസ് അല്ലേ, പോസിറ്റീവ് അല്ലേ? ഓക്കെ, 20 ഇൻറ്റു 100 2000 ഡിവൈഡ് ബൈ എത്രയാണ്? 100 പ്ലസ് 20 120. പ്രശ്നമുണ്ടോ? 0 0 ക്യാൻസൽ ചെയ്യാം, 0 0 ക്യാൻസൽ ചെയ്യാം, കുഴപ്പങ്ങൾ ഒന്നും ഇല്ല. ഇനി ഇതിന് നമുക്ക് 2 കൊണ്ട് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 200/12 ആണ്. ഒരു 0 ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തു. 100 6 6/100 ആണ് നിങ്ങൾക്ക് കാണാനുള്ളത്. ഇത് വേണമെങ്കിൽ വീണ്ടും ക്യാൻസൽ ചെയ്യാം, വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാവും? 50/3 ആവും. പ്രശ്നമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക 1 something ആണ് കിട്ടുക. 1 something ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അതും ചെയ്ത് നോക്കുക. 1 something ആണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. അപ്പൊ മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് 1 ഞാനൊന്ന് പറയാന്ന് വെച്ചാൽ 1.6 എത്രയിലൊക്കെ ആവും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു 1.6 മില്ലിമീറ്റർ അല്ലെങ്കിൽ 66 മില്ലിമീറ്റർ ആവും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു 1.66 മില്ലിമീറ്റർ ആയിക്കാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. ചെയ്ത് നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചാല് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് യു എഫ് ബൈ യു പ്ലസ് എഫ് ആണ്. യു നിങ്ങൾക്ക് അറിയാം, യു എത്രയാണ്? 60 ആണ്. സോറി, യു തന്നിട്ടുണ്ട്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ടു ഒബ്ജക്ട് ഈസ് 20. അപ്പോ 20 ഇൻറ്റു എഫ് 100 ആണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം. 20 ഡിവൈഡ് ബൈ 20 പ്ലസ് 100 200 ഡിവൈഡഡ് ബൈ എന്താണ്? 120 ആണ്. 2000 ഡിവൈഡ് ബൈ 120 ക്യാൻസൽ ചെയ്യാം, 200 കിട്ടും. അത് ക്യാൻസൽ ചെയ്ത് തരുമ്പോൾ നമുക്ക് 50/3 എന്ന് കിട്ടും. പക്ഷെ 50/3 കിട്ടും. കുഴപ്പമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യമുള്ളൂ. സിമ്പിളായിട്ട് ചെയ്ത് 1.6 mm ആവും നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടുക. അടുത്തതിലോട്ട് പോവാം. ഒബ്സർവ് ദ റേ ഡയഗ്രാം, റീഡ് ദ ഡയഗ്രാം കംപ്ലീറ്റ് ടു ഗെറ്റ് ദ ഇമേജ്. റൈറ്റ് നീഡ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, അതാണ് ചോദ്യം. ഇത് ബിയോണ്ട് 2f ആണ്. ബിയോണ്ട് 2f ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ്. ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ആവുമ്പോൾ 2f അപ്പുറം ആവുമ്പോൾ എഫിനും 2fന്റെയും ഇടയിലാണ് കിട്ടേണ്ടത്. വരച്ചു നോക്കിയാൽ മതി. നിങ്ങൾ നോക്കിയാ കിട്ടി കണ്ടോ? സെറ്റ്. റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് റിയൽ ആൻഡ് ഇൻവെർട്ടർ. യഥാർത്ഥവും തലതിരിഞ്ഞും. ഓക്കെ, സെറ്റ്. കോപ്പി ദ ഫോളോയിങ് റേ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ. കാണാം. ഇതെങ്ങനെ വരയ്ക്കുക അറിയോ? ഒന്ന് ഫോക്കസ് കൂടെ പോയി കഴിഞ്ഞാൽ 3 നേരം പഠിച്ചു. ഫോക്കസ് കൂടെ പോയി കഴിഞ്ഞാൽ പാരലായി പോയി കഴിഞ്ഞാൽ ഫോക്കസ് കൂടെ, ഒപ്റ്റിക് സെന്റർ കൂടെ പോയി കഴിഞ്ഞാൽ അത് കൂടെ തന്നെ പോകും. സമാന്തരമായിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസിലൂടെ പോയി കഴിഞ്ഞാൽ സമാന്തരമായിട്ട് നോക്കിക്കോട്ടോ. അത് ഫോക്കസിലൂടെ പോയി എന്നിട്ട് സമാന്തരമായിട്ട് പോയി. കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ വന്ന് ഫോക്കസിലൂടെ പോയി, കുഴപ്പമില്ല. പിന്നെ കറക്റ്റ് ഓയിലൂടെ പോയി ഇവിടെ 3 കൂട്ടിമുട്ടി. ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. 3 ഒരേ സ്ഥലത്ത് കൂട്ടിമുട്ടാം. ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. വരച്ചു നോക്കിയാൽ മതി. സെറ്റ്. ഇനി അടുത്തത് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അടുത്ത പാഠം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അപ്രോപ്രിയേറ്റ്ലി. റെഡ്, ബ്ലൂ, ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, ഗ്രീന്, ബ്ലൂ, RGB. ഇതാണ് നിങ്ങളെ പ്രൈമറി കളേഴ്സ്. ഇവ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? സെക്കൻഡറി കളേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാവുക. ഈ 3 വർണ്ണങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈറ്റ് കളർ ഉണ്ടാവും. പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ വിളിക്കുന്നത്. ഇവ കൂടി ചേർന്ന് ഈ പ്രാഥമിക വർണ്ണങ്ങൾ ഈ പ്രൈമറി കളേഴ്സ് കൂടി ചേർന്നാൽ എന്തുണ്ടാവുക? സെക്കൻഡറി കളേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോ, R+G യെല്ലോ. സോറി, റെഡും ഗ്രീനും കൂടി ചേർന്നാൽ യെല്ലോ,
ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നാൽ സയൻ. റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ മജന്ത. മജന്ത റെഡിന്റെ വേറെ ഏരിയ അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോ ഈ സയൻ കളറിന്റെ ഒപ്പം എന്ത് കൂടി ചേർന്നാൽ ആ വൈറ്റ് ലൈറ്റ് ഉണ്ടാവുന്നുള്ള ചോദ്യം. ഞാൻ പറഞ്ഞു പ്രൈമറി കളേഴ്സ് 3 വെച്ച് കൂടി ചേർന്നാൽ റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, വൈറ്റ് കളർ ഉണ്ടാവും. കാരണം അതുകൊണ്ട് അതിന് പ്രൈമറി എന്ന് വിളിക്കുന്നത്. സയാൻ ഏതൊക്കെ കൂടി ചേർന്നുണ്ടാവണത്, ഗ്രീനും ബ്ലൂ. ഇവിടെ ഗ്രീനും ബ്ലൂ ഉണ്ട്, എന്നും കൂടി വന്നാൽ മതി. റെഡും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് വൈറ്റ് ആവും, റെഡ്. ഇനി ബ്ലൂ കളർ പ്ലസ് ഡാഷ് ആണ് വൈറ്റ് ലൈറ്റ്. ബ്ലൂ കളർ പ്ലസ് എന്താണ്, യെല്ലോ ആണ്. യെല്ലോ ആണ്, കാരണം എന്താണ്, യെല്ലോ എന്തിന്റെ ഒക്കെ മിക്സറാണ്. റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നാൽ ഓട്ടോമാറ്റിക്കലി വൈറ്റ് ആക്കാരം. ഇനി മജന്ത കളർ പ്ലസ് ഗ്രീൻ കളർ, മജന്ത കൂടി ചേർന്നുണ്ടാവണത് റെഡും ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നാൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, വൈറ്റ് ഉണ്ടാവും. ടു ബി ക്ലിയർ, സെറ്റ്. മജന്ത കളർ പ്ലസ് സയൻ കളർ പ്ലസ് യെല്ലോ കളർ. മജന്ത റെഡും ബ്ലൂവുമാണ്, സയാന് ഗ്രീനും ബ്ലൂവുമാണ്. അടുത്തത് റെഡും ഗ്രീനുമാണ്. ഇത് 3 കൂടിച്ചേർന്നാൽ ഏത് കളർ ഉണ്ടാവും, കണ്ടെത്തുക. വൈറ്റ് തന്നെയാണോ, അല്ലേ, ആണോ അല്ലേ, നിങ്ങൾക്ക് വിട്ടു തന്നിക്കണം. ഇത്രയും നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായിക്കണമെങ്കിൽ, എങ്ങനെ മനസ്സിലായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, പഠിച്ചവർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ കണ്ടെത്തിയിട്ട് അറിയിക്കാം, കമന്റ്സിൽ അറിയിക്കാം. ഇനി ഞാൻ പറഞ്ഞു റെഡും ഗ്രീനും ബ്ലൂവും, ചുവപ്പും നീലയും മഞ്ഞയും പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ വർണ്ണങ്ങളാണ്. ഈ 3 വർണ്ണങ്ങളെയും കളേഴ്സ് കൂടി ചേർന്ന ഓട്ടോമാറ്റിക്കലി എന്ത് കളറാവും, വൈറ്റ് ആവും. അതുകൊണ്ട് അതിനെ പ്രൈമറി എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറി കളേഴ്സ് കൂടി ചേർന്ന അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്ന എന്തുണ്ടാവുന്നത്, ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ് ഉണ്ടാവുന്നത്. ആണോ അല്ലേ? അപ്പൊ ഇതെങ്ങനെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ ഈസ് കളർലെസ് ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് വൈറ്റ് ഇൻ വാട്ടർഫാൾസ്. എന്തുകൊണ്ട്? സിമ്പിൾ ആണ്. വാട്ടറിന് കളറില്ല, പക്ഷെ നമുക്ക് വെള്ള കളറായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാ? എങ്ങോട്ടുള്ള വാട്ടർഫാൾസിൽ അതിന് വെള്ള കളറായിട്ട് കാണുന്നത്? വെള്ളം വാട്ടർഫാൾസിൽ വീഴുമ്പോഴേ ഓരോ ഡ്രോപ്ലെറ്റ് ആയിട്ട് മാറുമ്പോൾ ഈ ഡ്രോപ്ലെറ്റിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റെയിൻബോ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. വാട്ടർ ഡ്രോപ്ലെറ്റ് വരയ്ക്കാൻ കഴിയില്ല, അങ്ങനെ മനസ്സിലാക്കാം. വാട്ടർ ഡ്രോപ്ലെറ്റിക്ക് ഇങ്ങനെ ഓരോ ഡ്രോപ്ലെറ്റ് ഇങ്ങനെ വീഴുമ്പോൾ അതിക്ക് സൂര്യലൈറ്റും പിന്നെ സൂര്യരശ്മി ഇങ്ങനെ അടിക്കുമ്പോൾ, സണ്ണിന് ലൈറ്റ് അടിക്കുമ്പോൾ എല്ലാ വാട്ടർ ഡ്രോപ്ലെറ്റ്സും കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവില്ലേ, ഇങ്ങനെ സ്കാറ്റർ ചെയ്യും ലൈറ്റ്. അപ്പൊ ഈ സ്കാറ്റർ ചെയ്ത് മിക്സായി നമുക്ക് എന്തായിട്ട് തോന്നും, വൈറ്റ് ആയിട്ട് തോന്നും. നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളച്ചാട്ടത്തിൽ വെള്ളം അങ്ങനെ വീഴുമ്പോൾ ഒരു തുള്ളിയായിട്ട് ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സിക്ക് എന്തടിക്കും, ലൈറ്റ്, സൺലൈറ്റ് അടിക്കും. അപ്പൊ ഈ എല്ലാത്തിലും സ്കാറ്ററിങ് സംഭവിക്കും. നിങ്ങൾ പഠിച്ചിട്ടോ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കൂടെ എന്ത് സംഭവിക്കും, സ്കാറ്ററിങ് സംഭവിക്കുമ്പോൾ ഇതൊക്കെ പാടെ മിക്സായി സ്കാറ്റർ ചെയ്ത് മിക്സായി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് തോന്നും, കണ്ണിന് അത് വൈറ്റ് ആയിട്ട് തോന്നും. പഠിച്ചില്ല ന്യൂട്ടന്റെ കളർ ഡിസ്ക് ഇതേമാതിരി ഓരോ കളർ ഇങ്ങനെ കറങ്ങുമ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം അത് എന്തായിട്ട് തോന്നും, വൈറ്റ് തോന്നും. അതേമാതിരിയാണ് ഇവിടെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുള്ളൂ. വെള്ളത്തുള്ളിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് സ്കാറ്റർ ചെയ്തൊക്കെ അവിടെ മിക്സായി നമുക്ക് എന്തായിട്ട് തോന്നും, വെള്ളമായിട്ട് തോന്നുന്നു. അടുത്ത ചോദ്യം, ആർ ഇൻ ദ ഫോളോയിങ് കളേഴ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ വേവ് ലെങ്ത്. ഏറ്റവും വേവ് ലെങ്ത് കൂടുതലാണ്, റെഡ് ആണ്. വിബ്ജിയോർ റെഡിന് ഏറ്റവും വേവ് ലെങ്ത് കൂടുതലാണ്, റെഡ് ആണ് ഫസ്റ്റ്. ഈ ഓർഡർ പഠിച്ചിട്ട് വിബ്ജിയോർ, ഇതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ റെഡ് ആണ്. ഇൻക്രീസിംഗ് ഓർഡർ ചെയ്താണ് റെഡ്, പിന്നെ വരുന്നത് ഗ്രീന്, പിന്നെ വരുന്നത് ബ്ലൂ, പിന്നെ വരുന്നത് വയലറ്റ്. ഇങ്ങനെയാണ് വരിക കേട്ടോ, ഇങ്ങനെയാണ് വരിക. വിബ്ജിയോർ ഏറ്റവും കൂടുതൽ, അതിനേക്കാളും ഇങ്ങനെയാണ് വരിക. ഏറ്റവും കൂടുതൽ റെഡിനാണ്. അപ്പൊ റെഡ് കൂടുതൽ സ്കാറ്റർ ചെയ്ത് പോകും. റെഡ് കുറവേ സ്കാറ്റർ ചെയ്യുള്ളൂ. വേവ് ലെങ്ത് കൂടുതലാണെന്ന് വെച്ചാൽ കുറവേ സ്കാറ്റർ ചെയ്യുള്ളൂ. വേവ് ലെങ്ത് കുറവാണെന്ന് വെച്ചാൽ കൂടുതൽ സ്കാറ്റർ ചെയ്യും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അതുകൊണ്ടാണ് റെഡ് എപ്പോഴും നമ്മളെ കണ്ണിക്ക് എത്തുന്നത്. റെഡിന് വേവ് ലെങ്ത് വളരെ കുറവാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. റെഡിന് വേവ് ലെങ്ത് വളരെ കൂടുതലാണ്, അപ്പൊ സ്കാറ്ററിങ് കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഞാൻ അർത്ഥം റെഡിന് വേവ് ലെങ്ത് വളരെ കുറവാണ് പറയുന്നുണ്ടാവും, തെറ്റാണ്. മിക്സ് ആയി പോകണം, അങ്ങോട്ട് മാറണമാണ്, ക്ഷമിക്കണം. റെഡിന് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലാവുന്നുണ്ട്. വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള കളേഴ്സ് കുറച്ചേ സ്കാറ്റർ ചെയ്യുള്ളൂ. സ്കാറ്ററിങ്ങും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, വിപരീത അനുപാതത്തിലാണ്. സ്കാറ്ററിങ് കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെ തന്നെയാണ്. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ആണ് കൂടുതൽ സ്കാറ്റർ ചെയ്യുക. ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് ആണ്. വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുക. റെഡിന് വേവ് ലെങ്ത് കൂടുതലാവുകൊണ്ട് കുറവ് സ്കാറ്ററിങ് ആവും. അപ്പൊ പെട്ടെന്ന് നമ്മളെ കണ്ണിക്ക് എത്തും. ഈ സൂര്യാസ്തമിക്കുന്ന സമയത്ത്, ഉദിക്കുന്ന സമയത്തൊക്കെ ഇതിന് സ്കാറ്ററിങ് ഭയങ്കര കുറവാകുകൊണ്ട്
വേവ് കൂടുതലാവുകൊണ്ട് പെട്ടെന്ന് നമ്മളെ കണ്ണിക്ക് എന്താവും, സൂര്യൻ ചോപ്പായിട്ട് കാണണോ. അതുകൊണ്ട് ആ റെഡ് ഉപയോഗിക്കണം എല്ലായിടത്തും. റെഡിന് വേവ് ലെങ്ത് കൂടുതലാവുകൊണ്ടും സ്കാറ്ററിങ് കുറവാണ് എന്ത് എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും എന്ത് ഉപയോഗിക്കണം, റെഡ് ഉപയോഗിക്കണം. അത് നമ്മൾ പറഞ്ഞു പോയി. ഇനി വിച്ച് അമംഗ് ദ എബോവ് ഫിഗർ ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതാണ് കറക്റ്റ്. വായിച്ചു നോക്കിയാണ്, ഇതാവും കറക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം. ഫിഗർ എ ആണ് കറക്റ്റ്. ഫിഗർ എ ആണ് കറക്റ്റ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നോക്കും. ഫിഗർ 1 ആണ് കറക്റ്റ്. ഇനി എക്സ്പ്ലെയിൻ ദ സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ദ ഫിനോമിനൻ. ദ പാത്ത് ഓഫ് സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ മിസ്റ്റി മോർണിംഗ്. ടിൻഡൽ എഫക്റ്റ്. ഓരോ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അതിന്റെ പാത്ത് കാണാൻ പറ്റും. ടിൻഡൽ എഫക്റ്റ്. അതിന്റെ ഫിനോമിനന്റെ പേരാണ് ടിൻഡൽ എഫക്റ്റ്, ടിൻഡൽ പ്രഭാവം. ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. എല്ലാ കളറും ഉണ്ടാവും ന്യൂട്ടന്റെ കളർ ഡിസ്കിൽ. ഇത് മിക്സ് ആയി നമുക്ക് എന്തായിട്ട് തോന്നും, വൈറ്റ് തോന്നും. കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എല്ലാ ലൈറ്റും 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ വന്നിട്ട് നിൽക്കും. ഇവിടെ 1/16 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒക്കെ പോവുള്ളൂ. അപ്പൊ ഇതൊക്കെ പാടെ മിക്സ് ആവുമ്പോൾ നമുക്ക് വെള്ളമായിട്ട് തോന്നും. ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ദ റൈസിങ് ആൻഡ് സെറ്റിംഗ് സൺ അപ്പിയേഴ്സ് റെഡ്. റൈസിങ്ങിനെയും സെറ്റിങ്ങിന്റെയും ടൈമില് സൺ അപ്പിയേഴ്സ് റെഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താണ്, സ്കാറ്ററിങ് ആണ്. അതായത് ഇങ്ങനൊരു മനുഷ്യ അവിടെ നിൽക്കുകയാണ് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോ പടി, അസ്തമിക്കുമ്പോ പടിയാവും. എന്ന് ശരിക്കും വരച്ചത് സിമ്പിളായി. അസ്തമിക്കുമ്പോ പടിയും ഇപ്പം പടിയും. ഇങ്ങോട്ടും ദൂരം കൂടുതലാണ്. പക്ഷെ ഉച്ച സമയത്ത് തലേന്റെ മുകളിലേക്കാണ്. ഇങ്ങോട്ടും ദൂരം കൂടുതലാവുകൊണ്ട് എല്ലാ ലൈറ്റും, സൂര്യൻ എല്ലാ ലൈറ്റും വരുന്നുണ്ട്. പക്ഷെ ബാക്കി ലൈറ്റ് ഒക്കെ സ്കാറ്റർ ചെയ്ത് പോകും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റെഡ് എന്ത് ചെയ്ത് പോകില്ല, സ്കാറ്റർ ചെയ്ത് പോകില്ല. സ്കാറ്റർ ചെയ്ത് പോകില്ല. അപ്പൊ പെട്ടെന്ന് നമ്മളെ കണ്ണിക്ക് ഏതെടുത്ത്, റെഡ് എത്തുക. കാരണം റെഡിൽ എന്താണ്, വേവ് ലെങ്ത് കൂടുതലും സ്കാറ്ററിങ് എന്താണ്, കുറവാണ്. അപ്പോൾ സ്കാറ്ററിങ് കാരണം കേട്ടോ, സ്കാറ്ററിങ് കുറവാണ്. എ പേഴ്സൺ ക്യാൻ സീ ദ ഫാർ ഓബ്ജക്റ്റ്. ഇത് എന്താണ്, ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പേഴ്സൺ ക്യാൻ സീ ദ നിയർ ഒബ്ജക്ട് ക്ലിയർലി. പവർ ഓഫ് അക്കമഡേഷൻ ആണ്. നമ്മൾ ദൂരത്തുള്ളവരെ കാണാൻ ഇങ്ങനെ ചിലപ്പോ ഐസിൽ സിലിയറി മസിൽസ് ഉണ്ട്. അവിടെ കണക്ട് സിലിയറി മസിൽസ് നിങ്ങൾ പഠിക്കുമ്പോൾ അവർ പഠിക്കണമെങ്കിൽ 10ൽ പഠിക്കണോ, ബയോളജി തന്നെ പഠിക്കണില്ല. സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതിനൊക്കെ സഹായിക്കും. ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുക, പവർ ഓഫ് അക്കമഡേഷൻ എന്ന് വിളിക്കുക, വീക്ക്നെസ്സിനെ വിളിക്കുക. ആണോ അല്ലേ? നമുക്ക് അടുത്തുള്ളത് ഫോക്കസ് ചെയ്യാനും, അടുത്തുള്ളത് പെട്ടെന്ന് ഫോക്കസ് ചെയ്യും, ദൂരത്തുള്ളത് സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനാണ് പവർ ഓഫ് അക്കമഡേഷൻ എന്ന് വിളിക്കുക. വായിച്ചു നോക്കുക. വീക്ക്നെസ്സിനെ വിളിക്കുക. അതും വായിച്ചു നോക്കുക. ദ പിക്ചർ റെപ്രസെന്റ്സ് എ മെത്തേഡ് ഓഫ് റെക്ടിഫിക്കേഷൻ. അതായത് റെക്ടിഫിക്കേഷൻ ഒരു പരിഹാരമാണ്. ഏതോ കണ്ണുസുഖട അല്ലെങ്കിൽ ഏതൊരു അസുഖം, ഐ ഡിസീസിനുള്ള പരിഹാരമാണ്. മയോപ്പിയക്കോ ഹൈപ്പർമെട്രോപ്പിയക്കോ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നോ ലോങ് സൈറ്റഡ്നെസ്സിനുള്ള പരിഹാരമാണ്. ഏത് പരിഹാരത്തിന് അല്ലെങ്കിൽ ഏത് സൈറ്റഡ്നെസിന്റെ പരിഹാരത്തിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. അത് ഉറപ്പായിട്ടും എന്താണ്, ഷോർട്ട് സൈറ്റിന് വേണ്ടിയാണ്. ആണോ അല്ലേ? ഷോർട്ട് സൈറ്റിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കുക, കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. അപ്പൊ ഈ ഡിസോർഡർ ഏതാണ്, ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ. മയോപ്പിയ ആണ്. ഓക്കെ ആണ്. ഈ 2 റീസൺ ലാർജ് ഐബോള് പവർ ഓഫ് ലെൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പവർ ഓഫ് ലെൻസ് കൂടുതലായിരിക്കും, ഐബോളിന്റെ വലിപ്പം കൂടുതലായിരിക്കും. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കോൺകേവ് ലെൻസ് ഇൻ ദ റെക്ടിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് ഇഫക്റ്റ്. കോൺകേവ് ലെൻസ് എന്താ ചെയ്യുക, ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇങ്ങനെയാണ് ഹൈ എന്നുണ്ടെങ്കിൽ ലൈറ്റ് ജസ്റ്റ് ഫോക്കസ് ആവുക, ഇവിടെയാണ് ഫോക്കസ് ആവുക കണ്ണിന്റെ. ഇവിടെ ലെൻസ് ഉണ്ടാവും, കോൺവെക്സ് ലെൻസ്. കണ്ണിന്റെ ഷേപ്പ് കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഏതൊരു കോൺവെക്സ് ലെൻസ് പോലെയാണ്. ഷോർട്ട് സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിന അല്ലെങ്കിൽ സ്ക്രീനിന്റെ തൊട്ട് മുന്നെയാണ് ഫോക്കസ് ആവുക. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. കോൺകേവ് ലെൻസ് എന്താ ചെയ്യണത്, ആദ്യം ഡൈവേർജ് ചെയ്യിപ്പിക്കും. ഡൈവേർജ് ചെയ്യിപ്പിച്ചൊന്ന് വിട്ട് പോയിട്ട് അത് വീണ്ടും ഫോക്കസ് ചെയ്ത് കറക്റ്റ് വരും. അപ്പൊ കോൺകേവ് ലെൻസിന്റെ റോൾ എന്താ വെച്ച് കഴിഞ്ഞാല് അത് ലൈറ്റ് റേസിന് ആദ്യം എന്ത് ചെയ്യും, ഒന്ന് ഡൈവേർജ് ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് അത് എന്ത് ചെയ്യണത്, കൺവേർജ് ചെയ്ത് നമ്മളെ സ്ക്രീനിലേക്ക് വരും. അപ്പൊ കറക്റ്റ് വരും. അത് ഡൈവേർജ് ചെയ്യിപ്പിക്കും. അതാണ് അതിന്റെ റോള്. ഇനി അടുത്ത ചോദ്യം. 3 പ്രൈമറി കളേഴ്സ് ആർ ഇൻസിഡന്റ് ഓൺ ട്രാൻസ്പെറന്റ് ബ്ലൂ ഗ്ലാസ് സ്ലാബ് ആസ് ഷോൺ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. റെഡും ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബ്ലൂ ഗ്ലാസ് ഷോ ബിലോ 3 പ്രൈമറി കളേഴ്സ് ആർ ഇൻസിഡന്റ് ഓൺ ട്രാൻസ്പെറന്റ് ബ്ലൂ ഗ്ലാസ്. ഇത് ബ്ലൂ ആട്ടോ, ഇത് ബ്ലൂ ആണ്. ട്രാൻസ്പെറന്റ് ബ്ലൂ ഗ്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദി ഇൻസിഡന്റ് കളേഴ്സ് ഈസ് എക്സ് ആൻഡ് ദ അതർ കളർ ഈസ് വൈ. ഐഡന്റിഫൈ ദ കളേഴ്സ് മാർക്ക്ഡ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഗിവൺ ഫിഗർ.
ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ഇത് എന്തേക്കാരം ഗ്രീൻ ആയിക്കാരം. ഗ്രീൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് കളർ ഡസ് ദ റെഡ് ആപ്പിൾ അപ്പിയർ ഇഫ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ കളർ വൈ വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഗ്ലാസ് പ്ലേറ്റ് ഷോൺ എബവ്. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചുതരാം. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. എക്സ് ഗ്രീൻ ആണ്. ഞാൻ പറഞ്ഞു പ്രൈമറി കളേഴ്സ് അതിന്റെ അതേ പ്രൈമറി കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പ്രൈമറി കളേഴ്സ് അതിന്റെ അതേ കളറിനെ എന്തിനാ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ബ്ലൂ എന്തിനാ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ? ബ്ലൂവിനെ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. മനസ്സിലാക്കുക, എക്സ് ഗ്രീൻ ആണെങ്കിൽ വൈ എന്താണ്? ബ്ലൂ ആണ്. എക്സ് ഗ്രീൻ ആണെങ്കിൽ വൈ എന്താണ്? ബ്ലൂ ആണ്. ഇനിയിപ്പോൾ ഈ ഫിൽറ്ററിന്റെ കളറിലും ക്ലാസ്സിന് റെഡ് ആണെങ്കിൽ എന്തിനെ മാത്രമേ കടത്തിവിടുള്ളൂ? റെഡിനെ മാത്രമേ കടത്തിവിടുള്ളൂ. ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിനെ മാത്രമേ കടത്തിവിടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡറി കളേഴ്സിനെ കടത്തിവിടുള്ളൂ. മനസ്സിലാക്കുക, ഒരു പ്രൈമറി കളർ എപ്പോഴും അതിന്റെ പ്രൈമറി അതേ കളറിനെയോ അത് അതിന്റെ സെക്കൻഡറി കളറിനെയോ കടത്തിവിടുള്ളൂ. ഒരു പ്രാഥമിക വർണ്ണം ഒന്നെങ്കിൽ അതേ വർണ്ണത്തിനെയോ അതിന്റെ ദ്വിതീയ വർണ്ണത്തിനെയോ കടത്തിവിടുള്ളൂ. ഇവിടെ ബ്ലൂ കൊണ്ട് ബ്ലൂവിനെ കടത്തിവിട്ടു. ഇനി ഈ ബ്ലൂ റെഡിന്റെ അടുത്ത് പോകുമ്പോൾ റെഡ് എന്തായിട്ടാണ് കാണാം? റെഡ് ആപ്പിൾ എന്തായിട്ട് കാണാം? റെഡ് ആയിട്ട് കാണില്ലല്ലോ, ഡാർക്ക് ആയിട്ട് കാണുള്ളൂ. മനസ്സിലാക്കുക, ഇതൊരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. ഇത് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ ഇത് ഒപ്പേക്ക് ആണ്. ഈ ഒപ്പേക്ക് ഒബ്ജക്റ്റ് അതിന്റെ അതേ കളറിനെ എന്ത് ചെയ്യുള്ളൂ? ഒന്നെങ്കിൽ പ്രൈമറി കളർ അതിന്റെ അതേ കളറിനെ റിഫ്ലക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡറി കളറിനെ റിഫ്ലക്ട് ചെയ്യുള്ളൂ. ഇവിടെ അതിന്റെ പ്രൈമറി കളർ ആണോ പോണേ? അല്ല. സെക്കൻഡറി കളർ ആണോ? അല്ല, ബ്ലൂ ആണ്. അപ്പൊ എന്തായിട്ട് കാണുള്ളൂ? ഡാർക്ക് ആയിട്ട് കാണുള്ളൂ. വായിച്ചു നോക്കിയാൽ മതി, സിമ്പിൾ ചോദ്യം. അതും കഴിയും. അടുത്തത് 4ാമത്തെ പാഠം, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണ് 4ാമത്തെ പാഠത്തിന്റെ പേര്. വൈദ്യുതിയുടെ കാന്തിക ഫലം എന്നാണ് പാഠത്തിന്റെ പേര്. ലിസ്റ്റ് നോക്കാം. എടാ, ഇതേമാതിരത്തെ ഒരു ചോദ്യം നമ്മൾ എന്തിൽ ചെയ്തതാണ്? 4ാം പാഠത്തിന് ഷുവർ ഷോട്ടിൽ വർക്ക്ഔട്ട് ചെയ്ത ചോദ്യമാണ്. 4ാം പാഠത്തിന് ഷുവർ ഷോട്ടിൽ വർക്ക്ഔട്ട് ചെയ്ത ചോദ്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണുന്നാലും ഞാൻ അവിടെ പറഞ്ഞുതരാം. ഒരു കോപ്പർ വയർ ആണ്. എ ബി പ്ലേസ്ഡ് അബോവ് ഇൻ വിച്ച് ഡയറക്ഷൻ ദ കോപ്പർ വയർ. ഈ വയർ ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്യാൻ? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അതാണ് ചോദ്യം. ടുവേർഡ്സ് ക്യൂ ആണോ? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? പീക്കാണോ എന്നാണ് ചോദ്യം. മനസ്സിലാക്കുക. ആദ്യം കറന്റ് എവിടെ നിന്ന് പോകാൻ മനസ്സിലാക്കുക. ഈ ചോപ്പ് വയർ പോസിറ്റീവ് ആണ്. ചുവപ്പ് വയർ പോസിറ്റീവ് ആണെങ്കിൽ കറുത്ത വയർ എന്താണ്? നെഗറ്റീവ് ആണ്. ചുവപ്പ് വയർ പോസിറ്റീവ് ആണെങ്കിൽ കറുത്ത വയർ എന്താണ്? നെഗറ്റീവ് ആണ്. ചുവപ്പ് വയർ പോസിറ്റീവ് ആണെങ്കിൽ കറുത്ത വയർ എന്താണ്? നെഗറ്റീവ് ആണ്. മനസ്സിലാക്കുക. ഇനി കമ്മിങ് ടു ദ പോയിന്റ്, കറന്റ് ഇങ്ങനെ പോയി 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 ഇത് കൂടെ കയറി എന്ന് ബിയിലോട്ടാണ് എന്ത് പോണത്? കറന്റ് പോണത്. എന്ന് ബിയിലോട്ടാണ് എന്ത് പോണത്? കറന്റ് പോണത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചാണ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയാം. എന്ന് ബിയിലോട്ടാണ് കറന്റ് പോണത് കേട്ടോ. അപ്പോ കറന്റ് ഇങ്ങോട്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളില് ഇതെന്താണ്? ഫോഴ്സ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ. ഇതെന്താണ്? കറന്റ് ദിശ. ഫാദർ മദർ സൈഡ്, ഫുക്രു മോഹൻലാല്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ആദ്യം ഇങ്ങനെ പഠിപ്പിക്കല്, നിങ്ങൾക്ക് ക്ലാസ്സിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോ കറന്റ് ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇനി എങ്ങോട്ടാ? സൗത്ത് ഇവിടെയാണെങ്കിൽ നോർത്ത് എവിടെയാണ്? അടിയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? അടിയിലോട്ടാണ്. സൗത്ത് മുകളിലാണെങ്കിൽ നോർത്ത് അടിയിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോർത്ത് സൗത്തേക്ക് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് പോവുള്ളൂ. അപ്പോ അടിയിലോട്ടാണ്. എങ്ങോട്ടാണ്? അടിയിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അടിയിലോട്ടാണ്. സൗത്ത് മുകളിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അടിയിലോട്ടാണ്. ഈ നോർത്ത് മുകളിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലോട്ടാണ്. ജസ്റ്റ് ചീപ്പ് ട്രിക്ക് അത് പഠിച്ചിരിക്കുക. ഒരു വൃത്തിയുടെ ട്രിക്കാണ്. സൗത്ത് മുകളിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അടിയിലോട്ടാണ്. നോർത്ത് മുകളിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലോട്ടാണ്. ഓക്കെ, നോർത്ത് ആണെങ്കിൽ മുകളിലോട്ട്, സൗത്ത് ആണെങ്കിൽ താഴോട്ട്. ഓക്കെ, ഇവിടെ സൗത്ത് അല്ലേ മുകളിൽ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. എങ്ങോട്ടാണ്? താഴോട്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ താഴോട്ട്, കറന്റ് ഇങ്ങോട്ട്, കറന്റ് ഇങ്ങോട്ട്. അപ്പോ ഫോഴ്സ് ഡയറക്ഷൻ എങ്ങോട്ടാ? ടുവേർഡ്സ് പി. ടുവേർഡ്സ് പി വെച്ച് നോക്കുക. കറന്റ് ഇങ്ങോട്ട് നിങ്ങൾ വെച്ച് നോക്കുക. കറന്റ് ഇങ്ങോട്ടല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് അടിയിലോട്ടല്ലേ? ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അടിയിലോട്ടാണ്, കറന്റ് ഇങ്ങോട്ടാണ്. ഇപ്പൊ ഫോഴ്സ് ഇപ്പോ എങ്ങോട്ടായി? പിയുടെ ഭാഗത്തേക്കായി. വെച്ച് നോക്കിയാൽ മതി, പിയിലോട്ടാ കിട്ടുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഈസ് റിവേഴ്സ്ഡ്? കറന്റിന്റെ ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും? കറന്റിന്റെ ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും? എ ബി ഡിഫ്ലക്റ്റിന്റെ ഡയറക്ഷൻ മാറും. അതിന്റെ ഡയറക്ഷൻ മാറും. ഡയറക്ഷൻ മാറും. മനസ്സിലാക്കുക. കറന്റ് ഒന്ന് മാറ്റിയ പോരെ. കറന്റ് ഈ ബിന്ന് ഏക്കാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നോക്കി എത്ര നേരെ എന്ന് ബിക്കുന്നു. ഇങ്ങനത്തെ നേരെ ബിന്ന് ഏക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ഡയറക്ഷൻ മാറും? ഡിഫ്ലക്ഷൻ നേരെ എങ്ങോട്ടാവും? ക്യൂയിലോട്ടാവും. ഡിഫ്ലക്ഷൻ നേരെ എങ്ങോട്ടാവും? ക്യൂയിലോട്ടാവും. മനസ്സിലാക്കി. ഇപ്പൊ പിയിലോട്ടാണെങ്കിൽ കറന്റ് ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യൂയിലോട്ടാവും. ഇപ്പൊ സെറ്റാണ്. ഇങ്ങനെ തന്നെയല്ലേ വരിക? ആണോ? നോക്കോ, കറന്റ്, മാഗ്നറ്റിക് ഫീൽഡ്, സെറ്റ്. ഇനി ഇത് ഏതാ ചിത്രം കണ്ടാ മനസ്സിലാവും. ഇത് പൊട്ടനും മണ്ടനും മനസ്സിലാവും. ഇതേതാണ്? മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ആണ്.
ആണ്. ഇതിന്റെ പാർട്സ് ലേബൽ ചെയ്യാണ്. ആണ് ഫസ്റ്റ് മനസ്സിലാക്കുക. സി എന്താണ്? സി എന്താണ്? വോയിസ് കോയിലാണ്. ബി പേപ്പർ ഡയഫ്രം ആണ്. ഡി കണക്റ്റിംഗ് വയർ ആണ്. ഇ എന്താണ്? അല്ലെ മെറ്റാലിക് സർഫസ് ആണ്, സോഫ്റ്റ് ആൻഡ് കോർ ആണ്. അതൊന്ന് മനസ്സിലാക്കുക. എ വോയിസ് കോയിലാണ്. സി ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഡി കണക്റ്റിംഗ് വയർ ആണ്. ബി ഡയഫ്രം. പേപ്പർ ഡയഫ്രം കണക്റ്റിംഗ് വയർ ഷോർട്ട് ആക്കിയിട്ട് എഴുതുള്ള. സി ഫീൽഡ് മാഗ്നറ്റ്, എ വോയിസ് കോയിൽ. പെർഫെക്റ്റ്. അടുത്തത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ തത്വമാണ്. പഠിച്ച ആവശ്യമില്ല. എനർജി കൺവേർഷൻ എന്താണ്? എനർജി കൺവേർഷൻ എന്താ? ഇലക്ട്രിക് എനർജി ടു സൗണ്ട് എനർജിയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയോ എന്താ ചെയ്ത പ്രശ്നമൊന്നുമില്ല. ലേബിൾഡ് പാർട്സ് ലേബിൾ ചെയ്യുന്ന ദ ഡിവൈസ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന അടുത്ത ഡിവൈസ് ഇലക്ട്രിക് മോട്ടോർ. Next, observe the diagram. In both cases, the north pole of a magnet needle deflect clockwise or anti-clockwise. രണ്ട് കേസിലും ഈ നോർത്ത് പോൾ എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുക? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇത് കണ്ടെത്താൻ നിങ്ങൾക്ക് ആംപിയർ സ്വിമ്മിംഗ് റൂൾ വെച്ചാണ് ഏറ്റവും സുഖം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നതിന്റെ പകരം ആംപിയർ സ്വിമ്മിംഗ് റൂൾ ഉപയോഗിച്ചാൽ മതി. ആംപിയർ സ്വിമ്മിംഗ് റൂൾ എന്താ? കുട്ടി നീന്തുന്നത് എപ്പോഴും കറന്റിന്റെ ഡയറക്ഷൻ അയക്കണം. എന്തിന്റെ ഡയറക്ഷൻ അയക്കണം? കറന്റിന്റെ ഡയറക്ഷൻ. എന്തിനെ നോക്കിയാണ് നീന്തുക? കണ്ടക്ടറിനെ നോക്കിയാണ് നീന്തുക. എന്തിനെ നോക്കിയാണ് നീന്തുക? കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലെ നോക്കിയാണ് നീന്തുക. അപ്പോ കുട്ടി നീന്തുന്നത് കറന്റ് ഡയറക്ഷനിലൂടെ, കണ്ടക്ടറിലൂടെയാണ് നീന്തുക. എന്തിനെ നോക്കിയാൽ നീന്തുക? മാഗ്നറ്റിക് നീഡിലെ നോക്കിയാൽ നീന്തുക. നീന്തുമ്പോൾ കുട്ടിയുടെ ഇടത്തെ കൈ എവിടെയാണ് വരുന്നത്? അങ്ങോട്ടാവും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുക. ഇതാണ് നിയമം. അപ്പൊ ആ നിയമമാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റീസൺ. ഇത് കണ്ടെത്താൻ സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞു. കറന്റ് എപ്പോഴും പോവുക പോസിറ്റീവ് ദിക്കിലൂടെ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറന്റ് പോവുക, ആണോ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറന്റ് പോവുക. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കാണ്. കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ ഇത് അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യില്ല. ആന്റി ക്ലോക്ക് വൈസ് ഡിഫ്ലക്ട്. കറന്റ് എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ ഇതും പോകുള്ളൂ. ഒരു ട്രിക്കാണ്. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സസിൽ പറഞ്ഞിരുന്നു. കറന്റ് നോക്കിയാൽ പ്ലസ് മൈനസ് ഇങ്ങനെ പോയി, അതിന് ചെറുതൊക്കെ പോയി. ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ ഇത് എങ്ങോട്ടേ പോകുള്ളൂ? എ ആന്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ആവുകൊണ്ട് എ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് സെറ്റ്. ഇനി ബിയിലോട്ട് നോക്കിക്കോ. ബി കറന്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോണത് അല്ലേ? ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ പോണത്. അപ്പൊ ബി എങ്ങനെ പോകുള്ളൂ? ഈ സാധനം ഈ ബാക്കിന്റെ എങ്ങനെ പോകുള്ളൂ? ക്ലോക്ക് വൈസ് ആയിട്ടേ പോകുള്ളൂ. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് അതിന്റെ കാരണം ഇതാണ്ടാവും. കാരണം ഇതാവുന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചെയ്താ, അല്ലെങ്കിൽ ഏറ്റവും സൂട്ടബിൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. കാരണം ഇതിനാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ആംപിയർ സ്വിമ്മിംഗ് റൂൾ വെച്ചാണ് പറയാം. റീസൺ ചോദിക്കുക വെച്ചാൽ ഒന്നെങ്കിൽ ആംപിയർ സ്വിമ്മിംഗ് റൂൾ വെച്ച് പറയാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് പറയാം. ഓക്കെയാണ്. നമ്മൾ മെല്ലെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എ ബി ഇസ് മാർക്ക്ഡ് ഫൈൻഡ് ഡയറക്ഷൻ. ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ചോദിക്കുന്നത് എവിടുന്ന് എങ്ങോട്ടാ കറന്റ് പോവുക? എന്ന് ബിയിലോട്ടാണോ ബിന്ന് എയിലോട്ടാണോ എന്നുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. എന്ത് വെക്കടാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെക്കുക. ഒന്ന് വെച്ച് നോക്കുക. ഇങ്ങോട്ട് നോക്കിയാ കറന്റ് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോണേ? ആരോ മാർക്ക് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോണേ? അപ്പൊ കറന്റ് എവിടെ നിന്ന് ഇങ്ങോട്ടാ പോവാ? ബിന്നേക്കേ പോകുള്ളൂ. കാരണം മറ്റേത് ഇങ്ങനെയാണ് പോണത്. അപ്പൊ എന്റെ പേരിൽ അതേമാതിരി വെച്ച് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോണേ? നോക്കി ആരോ മാർക്ക് നോക്കിയാ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഉള്ളിലോട്ട്. അപ്പൊ കൈ ഇങ്ങനെ വരും? ഇല്ലല്ലോ. ഇത് ഇവിടുന്ന് പുറത്തോട്ടല്ലേ? ഇത് ഇവിടുന്ന് ഉള്ളിലോട്ടാണ്. അപ്പോ ഡയറക്ഷൻ എങ്ങോട്ടാണ്? എന്ന് ബിയിലോട്ട്. നമുക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നേരം കളയുന്നില്ല. ബിന്ന് എയിലോട്ടാണ് കറന്റ് പോണത്. എവിടുന്ന് അങ്ങോട്ട് കറന്റ് പോണത്? ബിന്ന് എയിലോട്ടാണ്. കണ്ടോ? ബിന്ന് എയിലോട്ടാണ് കറന്റ് പോണത്. സെറ്റ്. A conductor AB suspended freely between the poles of a U-magnet is depicted DC source is connected to the state the rule to find the direction of the motion of a conductor when AB is switched on. ഈ AB എങ്ങോട്ടാ ഡിഫ്ലക്ട് ചെയ്യാൻ? ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചാ ചെയ്യാ. ഏതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്? അല്ല പറഞ്ഞ നിയമല്ല. കണ്ടാ ആർക്കും മനസ്സിലാവും. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഇത് വെച്ച് ചെയ്യാ. അതും സെറ്റപ്പായി. ഇനി അടുത്ത പാഠം, 5ാമത്തെ പാഠം, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ. വൈദ്യുതോർജം ഉപഭോഗവും സംരക്ഷണവും. ആണോ അല്ലേ? ആണ്. ചോദ്യം, if the resistance of a heating appliance operating at 230 volt, എഴുതി വെക്കുക. resistance of heating appliance വോൾട്ട് 230, റെസിസ്റ്റൻസ് 920. what is the quantity of heat produced in 10 minutes? ടൈം 10 minutes. മിനിറ്റിന് എന്തിക്കാക്കണം? സെക്കൻഡിക്ക് ആക്കണം. T is equal to 10 × 60 is equal to 600 സെക്കൻഡ്.
ഇനി ഇക്വേഷൻ h ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. വി സ്ക്വയർ ടി ബൈ ആർ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. h ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. h ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, h ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണേ ഉണ്ട്. എന്നാലും ഉപയോഗിക്കുക. h ഈസ് ഈക്വൽ ടു 230 ഇൻറ്റു 230 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ എത്രയാണ് റെസിസ്റ്റൻസ് എത്രയാണ്? 920 ആടും. 920 ആടും. 230 ഇൻറ്റു 230 ഇൻറ്റു 600 ബൈ 920 അല്ലേ? 920 അല്ലേ? ആണ്. 0 വെട്ടി 0 വെട്ടെങ്കിൽ വെട്ടണ്ട. ഇതിന് ഉത്തരം സാറിന് അറിയില്ല. പറഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരാം. 230 ഇൻറ്റു 230 ഇൻറ്റു 600 ബൈ 920. ഇത് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ഉത്തരം കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്സിന്റെ പുലി അപ്പുറത്തുണ്ട്. മാത്സിന്റെ പുലി വേറെ തിരക്കിലാണ് ഷാദിൽ സാർ. അപ്പോ മൂപ്പരെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ മൂപ്പര് വേറെ ക്ലാസ്സിന്റെ തിരക്കിലാണ്. അപ്പുറത്തുണ്ട്, ക്ലാസ് റെക്കോർഡ് ചെയ്ത് വേറെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൂപ്പരോട് ചോദിക്കാനും ഇപ്പൊ പറഞ്ഞ നീ. അപ്പോ നമുക്ക് നോക്കാം ലാസ്റ്റിക്ക് മൂപ്പരോട് ഇതൊന്നും ചോദിക്കാം. ഷാദിൽ സാറേ അപ്പുറത്തുണ്ട്. അപ്പോ സാറിനോട് ലാസ്റ്റിക്ക് ചോദിക്കാം. സാറേ ഇവിടെ വരും. സാറേ 230 ഇൻറ്റു 230 ഇൻറ്റു 600 ഹരിക്കണം 920 എത്ര വരിക? 230 ഇൻറ്റു 230 ഇൻറ്റു 600 ഹരിക്കണം 920. പറഞ്ഞുതരും, ടൈം എടുക്കും. 315 പിന്നെ കുറച്ച് 0 315 ഇന്നത്രേക്കാരം. അങ്ങനെയാണ് സാറ് പറയണത്. എനിക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല, ഞാൻ കാൽക്കുലേറ്റ് നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ സാറ് പറഞ്ഞ ഉത്തരം റൈറ്റ് ആണെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് വരിക. അതിന്റെ ഉത്തരം ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യുക. ബാക്കി 2 0 ആ കണ്ടോ, മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര പെട്ടെന്ന്? ഒന്ന് നോക്കാം കേട്ടോ. ഉത്തരം എത്ര നോക്കാം. അപ്പോ നോക്കാം. അടുത്ത ചോദ്യം. If 7500 joule of heat is produced in 30 seconds in a conductor having heat h എത്ര തന്നിക്കണം? 7500 തന്നിക്കണം. തന്നിരിക്കാം. is produced in 30 seconds. Time 30 seconds. Resistance 250 ohm. What is the current through the conductor? Current h is equal to I square RT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. h is equal to I square RT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് 7500 എന്ന് അറിയാം. സ്മോളിക്ക് എടുത്ത് എഴുതാം അല്ലേ? 7500 ഇൻറ്റു ഐ എത്രയുടെ തന്നിരിക്കുന്നത്? ഐ ആണ് കാണേണ്ടത്. ഐ സ്ക്വയർ ഇൻറ്റു ആർ എത്രയുടെ? 280 ആടാ ഇൻറ്റു 30 ആടാ. കുഴപ്പമൊന്നുമില്ലല്ലോ, 30 ആടാ. അപ്പോൾ 7500 ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു 3 × 25 ചെയ്താണ് എന്നത് കിട്ടുക. 7500 തന്നെ ആടാ കിട്ടുക. അപ്പോൾ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7500 ഡിവൈഡ് ബൈ 7500 ആടാ. അപ്പോൾ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആടാ. ഐ ഈസ് ഈക്വൽ ടു √1 ആടാ ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആടാ. അപ്പൊ കറണ്ട് കിട്ടുക 1 ആംപിയർ ആടാ. ചെയ്ത് നോക്കിയാൽ മതിയടാ. ഐ ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആടാ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേടാ? പോവാടാ, പോട്ടെ. പോവാടാ. ഇഫ് ദ വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്, വാട്ട് ചേഞ്ച് വിൽ ഒക്യൂർ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ റെസിസ്റ്റൻസ് വാരീസ്. ഇപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഇക്വേഷൻ. h ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. ഇത് നോക്കാം. ഈ ഇക്വേഷൻ പ്രിഫർ ചെയ്യാം. മെയിൻ ആയിട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഇത് നോക്കുമ്പോൾ voltage remains constant, what change will occur in the quantity of field, resistance vary. ഈ ഇക്വേഷൻ ആണ് നോക്കണമെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എച്ചും ആറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എച്ചും ആറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആവുമ്പോൾ എച്ച് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആറ് കുറയും. ആറ് കൂടുമ്പോൾ എച്ച് കുറയും. റെസിസ്റ്റൻസ് എങ്ങനെ വേരി ചോദിച്ചാൽ ആറും എച്ചും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഹീറ്റും റെസിസ്റ്റൻസും എങ്ങനെയാടാ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആടാ. സോ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യണം? കുറയണം. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് എന്ത് ചെയ്യണം? കൂടണം. നേരെ തിരിച്ചും മറിച്ചാണ് വരിക. ഓക്കെ, സെറ്റ് ആണ്. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് വിൽ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് മാർക്കറ്റ് 800 വാട്ട് 240 വോൾട്ട്. ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് 800 വാട്ട് പവറിലും 240 വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് 200 വാട്ടാണ്. അതിന്റെ വോൾട്ടേജ് എത്ര അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ എന്താണ്? ഇങ്ങനത്തെ കേസിൽ ഹൗസ് ഹോൾഡ് സ്ഥലങ്ങളുടെ ഇക്വേഷൻ P is equal to V square by R ആവിരാടാ. P is equal to V square by R ആവിര. ഫസ്റ്റ് ഇത് ചെയ്യാം.
അപ്പൊ 800 ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു 240 ബൈ 6. 6 ഈസ് ഈക്വൽ ടു 240 ഇൻറ്റു 240 ബൈ 800 ആടാ. ആണല്ലോ, ആണ്. 0 വെട്ടി. 24 എത്ര 8 ഉണ്ട് 3. 72 ആടാ വരിക. 72 ഓം ആടാ വരിക. അപ്പൊ ഒരു 6 കിട്ടി. അടുത്ത ഇതിനാണ് ചെയ്യേണ്ടത്. അടുത്ത വീണ്ടും പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 6 എന്നിടാ. അപ്പോ 200 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ അറിയോ? വി അറിയോല്ല. വി സ്ക്വയർ ബൈ 72. ഇനി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു 200. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 72 ഇൻറ്റു 200 എന്ന് വരുമ്പോ 144 0. 72 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. 2 2 4 1. സോറി, ഒന്നില്ല, മാറിപ്പോയതാട്ടോ കണക്കില്. 7 2 14. 144 0 144ന്റെ റൂട്ടാണ് എന്ത്? 12. 120 ആണ്. ഓട്ടോമാറ്റിക് ഒരു 0 എടുത്താൽ പോരെ. 120. വി എത്ര കിട്ടുക വോൾട്ടേജ്? 120. 200 വാട്ട് 120 വോൾട്ടേജ് ആണ് കിട്ടുക. ഓക്കെ, സെറ്റപ്പ് ആണ്. അടുത്തതിലോട്ട് പോവാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്താണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു പോണത്. ഇപ്പൊ തന്നെ 1 മണിക്കൂർ 6 മിനിറ്റുമായി ക്ലാസ്. ഭയങ്കര ലെങ്തിയാണ്, എന്നാലും നമുക്ക് ചെയ്താലേ മതിയാവുള്ളൂ. ഇനി ഹൗസ് 500 വാട്ട് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ്സ് ഫോർ 1 ഹവർ. 500 വാട്ടിന് ഇലക്ട്രിക് അയണ് 1 മണിക്കൂറിന് വർക്ക് ചെയ്യാണ്. 40 വാട്ടിന്റെ 2 ഫാന് 40 വാട്ടിന്റെ 2 ഫാന് 8 മണിക്കൂറിന് വർക്ക് ചെയ്യാണ്. അടുത്തത് 5 12 വാട്ടിന്റെ LED ബൾബ് 10 മണിക്കൂറിന് വർക്ക് ചെയ്യാണ്. ഒരു ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. N1 P1 പ്ലസ് N2 P2 പ്ലസ് N3 P3 ഡിവൈഡ് ബൈ 1000. സാധാരണ ഇക്വേഷൻ P ഇൻറ്റു T ബൈ 1000 ആണ്. ഇത് N1 P1 ഉപയോഗിച്ച് എനിക്ക് പെട്ടെന്ന് ഒരുമിച്ച് ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തങ്ങ് കിട്ടും. N1 എന്ന് പറഞ്ഞാൽ എത്ര ഡിവൈസ് ഉണ്ട്, എത്ര ഉണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ LED ബൾബിന് ചെയ്തു 40 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 1000 ചെയ്തു. എന്നിട്ട് ഇൻറ്റു 2 നിങ്ങൾ ഓൺ ചെയ്യണം. ഇതാണ് സിമ്പിൾ ഇക്വേഷൻ. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എത്ര ഇലക്ട്രിക് അയൺ ഉണ്ട്, N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാൻ ഉണ്ട്, N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര LED ബൾബ് ഉണ്ട്, അതിന്റെ പവർ ഡിവൈഡ് ബൈ 1000. ചെയ്ത് നോക്കാം. ആദ്യം ഒരു ഇലക്ട്രിക് അയൺ ഉള്ളൂ, ഒരു ഇസ്തിരി പെട്ടി ഉള്ളൂ. 1 ഇൻറ്റു 500 പ്ലസ് 2 ഫാന് 40 വാട്ടിന് 2 ഇൻറ്റു 40 പ്ലസ് 5 12 5 ഇൻറ്റു 12 ബൈ 1000. ടൈം ഹവറിൽ എടുക്കണ്ട കേട്ടോ. അപ്പോ 500 പ്ലസ് ഇങ്ങടാ ചെയ്യണം കേട്ടോ. 500 പ്ലസ് 80 പ്ലസ് 60 ഡിവൈഡ് ബൈ 1000 അല്ലെ. 1 ഇൻറ്റു 500 500, 2 ഇൻറ്റു 40 80, 5 ഇൻറ്റു 12 60. 560 60 80 140 ആണ്. 640 ഡിവൈഡ് ബൈ 1000. 2 0 വെട്ടി. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇനി എത്ര 0 മാറ്റി കിട്ടുന്നു? 2 0.64 യൂണിറ്റ് ആണ് ഒരു ദിവസത്തിലേക്ക്. അല്ലേ നോക്കാം, തെറ്റുണ്ടെങ്കിൽ അറിയിക്കാം. തെറ്റാൻ ചാൻസ് ഇല്ല. എന്നാ പോവാ, അടുത്തതിലോട്ട് പോവാ. എ ഹീറ്റർ കോയിൽ ബിയറിംഗ് എ ലേബൽ 920 വാട്ട് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഹീറ്റർ. കറന്റ് ആണ് കണ്ടെത്തുന്നത്. പി അറിയാം. പി എത്രയാണ്? പി ഈസ് ഈക്വൽ ടു വി ഐ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പി 920 വാട്ടാണ്. വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. എന്താണ് കാണേണ്ടത്? ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു 920 ഡിവൈഡഡ് ബൈ 230. ക്യാൻസൽ ചെയ്യാം. ഉത്തരം കണ്ടെത്തുക. ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താവുന്നുള്ളൂ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സിൽ ജനറേറ്റ് ചെയ്ത ഹീറ്റ് കാണാൻ. ഹീറ്റ് കാണാൻ നിങ്ങൾ വേറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. H ഈസ് ഈക്വൽ ടു VIT. വിറ്റ് ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇതിൽ വി നിങ്ങൾക്ക് 230 ആണെന്ന് അറിയാം. ഐ നിങ്ങൾ ഇവിടെ കണ്ടെത്തുമ്പോൾ കിട്ടും. ടി നിങ്ങൾക്ക് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റിന് എന്തൊക്കെ മാത്രം? സെക്കൻഡിക്ക് മാത്രം. 5 ഇൻറ്റു 60 300 സെക്കൻഡ്. ഇവിടെ നിങ്ങൾക്ക് അറിയില്ല. ഐ നിങ്ങൾ കണ്ടുപിടിക്കുക. 92/23 എത്ര എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിട്ട് സംഖ്യ കിട്ടും. ഐ നിങ്ങൾ എത്ര എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്ന ഫോർമാറ്റ് ഒക്കെ വന്നാൽ നിങ്ങൾ റീസെറ്റ് ചെയ്യാം. അടുത്ത പാഠം നേരില്ലാത്തോട്ടോ എങ്ങനെ പോകണത് ക്ഷമിക്കണം. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുതകാന്തിക പ്രേരണ. ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. എടാ, ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താടാ?
മ്യൂച്വൽ ഇൻഡക്ഷൻ ആണല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേടാ. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? 2 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്, AC ജനറേറ്റർ, DC ജനറേറ്റർ. അതിൽ AC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC കറണ്ട് ആണ്, DC ജനറേറ്റർ ആർമേച്ചറിൽ ഉണ്ടാവുന്ന DC കറണ്ട് ആണ്. പക്ഷേ AC ജനറേറ്ററിന് പുറത്തേക്ക് വരുന്ന കറണ്ട് ഏതാണ്? AC തന്നെയാണ്. DC ജനറേറ്ററിന് പുറത്തേക്ക് വരുന്ന കറണ്ട് ഏതാണ്? DC ആണ്. അത്രയുള്ള വ്യത്യാസം. അപ്പോ ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താടാ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആടാ. സ്പീഡിൽ പറഞ്ഞു പോവാണ്, നിങ്ങൾക്കൊക്കെ അറിയാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് DC ജനറേറ്റർ? ഏത് ജനറേറ്ററിന്റെയും AC ജനറേറ്ററിന്റെയും DC ജനറേറ്ററിന്റെയും ആർമേച്ചറിൽ ഉണ്ടാവുന്നത് ഒരേ കറന്റ് ആണ്, AC കറണ്ടാണ്, AC ആണ്, അതിന് മാറ്റില്ല. പക്ഷെ DC പുറത്തേക്ക് വരുന്നത് DC ആണ്. ആർമേച്ചറിൽ AC ആണെങ്കിൽ പുറത്തേക്ക് വരുന്നത് ഏതാണ്? DC ആണ്. ഈ AC DC ആയിട്ട് മാറ്റുന്ന ആരാണ്? സ്പ്ലിറ്റ് റിംഗ് ആണ്. ആർമേച്ചർ കറങ്ങിയാൽ ആര് വർക്ക് ആവുള്ളൂ? സ്പ്ലിറ്റ് റിംഗ് വർക്ക് ആവുള്ളൂ. ആർമേച്ചർ കറങ്ങിയിട്ടില്ലെങ്കിൽ ആര് വർക്ക് ആവില്ല? സ്പ്ലിറ്റ് റിംഗ് വർക്ക് ആവില്ല. മനസ്സിലാക്കുക. അപ്പൊ AC എന്താക്കാൻ പറ്റൂല? DC ആക്കാൻ പറ്റൂല. സ്പ്ലിറ്റ് റിംഗ് ആണ് AC DC ആക്കണത്. സ്പ്ലിറ്റ് റിംഗ് വർക്ക് ആണെങ്കിൽ ആർമേച്ചർ ഇറങ്ങണം. ഓക്കെ. അറ്റ് വാട്ട് വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷൻ എത്രയാണ്? 11 കിലോ വോൾട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഈ റെഡ് കളറുടെ വയർ എന്താണ്? ഫേസ് ലൈൻ ആണ്. ഫേസ് അല്ലെങ്കിൽ ലൈവ്. റെഡ്. ടു വിച്ച് പാർട്ട് ഓഫ് ദ അപ്ലയൻസ്? മെറ്റാലിക് പാർട്ട്. ഗ്രീൻ കളർ എന്താണ്? എർത്തിങ് വയർ ആണ്. ലീക്കേജ് ഉണ്ടെങ്കിൽ ഇതാക്കാണ്. അപ്പൊ മെറ്റാലിക് പാർട്ടിക്ക് കണക്ട് ചെയ്യുള്ളൂ. മെറ്റാലിക് പാർട്ട് ലാസ്റ്റ് പാടത്തിന്റെ ലാസ്റ്റ് നോക്കിയത് കാണാം. വാട്ട് ഇസ് അഡ്വാൻറ്റേജ്? 3 പിൻ അഡ്വാൻറ്റേജ് എന്താ? ഷോക്ക് പ്രിവെന്റ് ചെയ്യും. ലീക്കേജ് കറണ്ടിനൊക്കെ എങ്ങോട്ട് വലിച്ചെടുക്കും? എർത്തിക്ക് വലിച്ചെടുക്കും. ഷോക്ക് പ്രിവെന്റ് ചെയ്യാം. നമുക്ക് കുറെ അഡ്വാൻറ്റേജ് ടെക്സ്റ്റ് റെഫർ ചെയ്യാം. സിമ്പിൾ ചോദ്യങ്ങളല്ലേടാ. അടുത്തത് റൈറ്റിന് 2 പ്രിക്കോഷൻ ടു ബി ടേക്കൺ ഓവർ ഇലക്ട്രിക് ഷോക്ക്. ഇഷ്ടംമാതിരി പ്രിക്കോഷൻ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിങ്ങനെ 2-3 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താ എന്താ? സ്കെയിൽ വന്നാണേ, ഒന്ന് നോക്കണം. ഇഷ്ടംമാതിരി അഡ്വാൻറ്റേജ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ട് ഞാനും കുറച്ച് കൊടുത്തിട്ട് വായിച്ചു നോക്കാം. അപ്പോ കൽപ്പാക്കം, മൂലമറ്റം, നെയ്വേലി ആർ സം പ്ലേസസ് വെയർ പവർ സ്റ്റേഷൻസ് ആർ ലൊക്കേറ്റഡ്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇതിൽ ഏതാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ? കൽപ്പാക്കാട്ടോ. കൽപ്പാക്കത്തിലാണ് എന്തുള്ളത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉള്ളത്. കൽപ്പാക്കത്തിലാണ് എന്തുള്ളത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. കൽപ്പാക്കത്തിലാണ് എന്തുള്ളത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉള്ളത്. അടുത്ത് എക്സ്പ്ലെയിൻ എനർജി ചേഞ്ച് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ന്യൂക്ലിയർ എനർജി ടു തെർമൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ എനർജി ടു തെർമൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് എന്തിലുണ്ടാവുന്നത്? ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടാവുന്നത്. ഇമ്പോർട്ടൻസ്, നോട്ട് ദ പോയിന്റ്. 2024 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം. അപ്പോ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ ഏതൊക്കെ സ്ഥലത്താണ് ഉണ്ടാവുന്നത് പഠിച്ചേക്കാം. ന്യൂക്ലിയർ കൽപ്പക്കത്തിലാണ് കേട്ടോ. ബാക്കി നിങ്ങൾ പഠിച്ചേക്കാം. ഇതെന്താടാ? ഇതേതാ ഫിഗർ? ഇത് സ്ലിപ്പറിംഗ് ആണ്. സ്പ്ലിറ്റ് ആണോ? കണ്ടാ മനസ്സിലാവും. ഇത് ഏതാണ്? സ്ലിപ്പറിംഗ് ആണ്. ഒറ്റ റിംഗ് ആണ്. അപ്പൊ അത് ഏതാണ്? ഇത് AC ജനറേറ്റർ ആണ്. സ്ലിപ്പറിംഗ് ആണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക AC ആണ്. ആണോ അല്ലയോ? ആണാണ്. ഇനി അടുത്തത് AC അല്ലെ സ്ലിപ്പറിംഗ് അല്ലേ? സ്ലിപ്പറിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി എന്താണ്? DC ആണ്. X Y Z. Y എന്താണ്? ആർമേച്ചർ ആണ്. Y ആർമേച്ചർ ആണ്. Z സ്ലിപ്പറിംഗ് ആണ്. X ഫീൽഡ് മാഗ്നറ്റ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് കറന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? AC പുറത്തേക്ക് വരുന്നത് AC വർക്കിംഗ് പ്രിൻസിപ്പിൾ EMI. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? EMI കേട്ടോ. ഇംഗ്ലീഷ് വൈദ്യുതകാന്തികമാണ്. ഇതിന് പറ്റുന്ന ജനറേറ്റർ ഉണ്ടായി. അടുത്തത് when 0.1 ampere current is applied to the primary of a transformer, 1 ampere current is obtained in secondary. What type of transformer it is? അതായത് പ്രൈമറിയിൽ കിട്ടുന്ന കറണ്ട് IP എത്രയാണ്? 0.1 ആണ്. സെക്കൻഡറിയിൽ കിട്ടുന്ന കറണ്ട് IS എത്രയാണ്? 1 ആംപിയർ ആണ്. IS ഗ്രേറ്റർ ദാൻ IP ആണെങ്കിൽ IS ഗ്രേറ്റർ ദാൻ IP ആണ്. ഇത് ഏതാണ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് ഡൗൺ പഠിച്ചിട്ടുണ്ട്. IP ഗ്രേറ്റർ ദാൻ IS ആണെങ്കിൽ അത് പ്രൈമറി ആണ്. IS ഗ്രേറ്റർ ദാൻ IP ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്. IP ഗ്രേറ്റർ ദാൻ IS ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണ്. IP ഗ്രേറ്റർ ദാൻ IS ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണ്. പ്രൈമറി കറന്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി കറന്റ് ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആണ്. പ്രൈമറി കറന്റ് ലെസ് ദാൻ സെക്കൻഡറി ആണെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ്. സെക്കൻഡറി വലുത്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ആട്ടോ. നാവിന് പിഴവുണ്ടാവും, ക്ഷമിക്കാം. 1.5 മണിക്കൂർ എടുക്കണമെങ്കിൽ അതിന്റെ പ്രശ്നമാണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ആണ്. 1000 volt is supplied across the primary of this transformer. 1000 volt ആണ് തന്നിട്ടുള്ളത്. സ്റ്റെപ്പ് ഡൗൺ വായിക്കാൻ നിങ്ങൾക്ക് അറിയാം. സ്റ്റെപ്പ് ഡൗൺ ആണ് പറയുക. സ്റ്റെപ്പ് ഡൗൺ പ്രൈമറിന്റെ തന്നിട്ട് VP is equal to 1000. പ്രശ്നമുണ്ടോ? ഇല്ല. വാട്ട് വിൽ ബീസ് പവർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര കാണാൻ പറഞ്ഞിരിക്കുന്നത്? പവർ P is equal to
വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷൻ കാണാം. ഇതിലാണ് കാണേണ്ടത്? പ്രൈമറിയിലുള്ളതാണ്. അപ്പൊ ഈ പ്രൈമറിയിലാണ് കാണേണ്ടത്. അപ്പോ പി ഇസ് ഈക്വൽ ടു പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 1000 ഇൻറ്റു പ്രൈമറിയിലുള്ള കറണ്ട് എത്രയാണ്? 0.1 1000 ഇൻറ്റു 0.1 കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഈ പ്രൈമറിയിലുള്ള 1000 ഇൻറ്റു 0.1 നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. പ്രൈമറിയിലുള്ള പവർ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ പവർ തന്നെയായിരിക്കും എന്ത് സെക്കൻഡറിയിൽ ഉണ്ടാവുക. പവറിന് മാറ്റുന്നുണ്ടാവില്ല. പ്രൈമറി ഉണ്ടാവുന്ന പവറിൽ എന്തുണ്ടാവും? സെക്കൻഡറിയിൽ ഉണ്ടാവും. കാരണം പവർ ലോസ് ഉണ്ടാവില്ല. പക്ഷേ ഒരു ഐഡിയൽ ട്രാൻസ്ഫോം ആയിരിക്കും എല്ലതും. അപ്പൊ എന്തുണ്ടാവില്ല? പ്രൈമറിയിലുള്ള പവർ തന്നെയാണ് എവിടെ ഉണ്ടാവുക? സെക്കൻഡറിയിലും ഉണ്ടാവുക. അപ്പോ പവറിന്റെ ഇക്വേഷൻ പി ഇസിക്കൽ വി ഇൻറ്റു ആണ്. വി പ്രൈമറി ഇടുക, ഐ പ്രൈമറി തന്നെ ഇടുക. ആ പ്രൈമറി കിട്ടുന്ന പവർ തന്നെ ആയിരിക്കും എവിടെ? സെക്കൻഡറിയിലും. സെയിം പവർ ചെയ്തു 1000 ഇൻറ്റു 0.1 ചെയ്യാം. കറക്റ്റ് ഉത്തരം കിട്ടും. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ സെക്കൻഡറി? Vs by Vp is equal to Ip by Is. ഇതാണ് ഇക്വേഷൻ. ഇതില് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ആണ് കാണാനുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പ്രൈമറിയിലെ വോൾട്ടേജ് ആരും അറിയാം. Vs by 1000 is equal to ഐപ്പിലുള്ള കറണ്ട് എത്രയാണ്? 0.1 ആണ് ഡിവൈഡ് ബൈ 1 ആണ്. ഒരു Vs is equal to 1000 ഇൻറ്റു 0.1. Vs is equal to 1000 ഇൻറ്റു 0.1 ഡിവൈഡ് ബൈ ഇത്ര കിട്ടൂലേ? ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പോരാ. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടും. ടൈം ഇല്ല, നമുക്ക് പെട്ടെന്ന് പോവാം. ഇനി ഇത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതിങ്ങനെ കുനുകുനാ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ മാറി കളിക്കണം. അപ്പൊ കണ്ടാൽ മനസ്സിലായി ഇത് AC ആണ്, ഇത് DC സെല്ലാണ്, ഒറ്റ സ്ട്രൈറ്റ് ആണ്. ഇത് DC, ഇത് DCയുടെ സെല്ലാണ്. ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്. സെല്ല് ഇങ്ങനെ പോകുള്ളൂ, സെല്ല് ഇങ്ങനെ പോകുള്ളൂ. ഇത് സെല്ലാണെങ്കിൽ ഇത് DC ആണ്, ഇത് AC ആണ്, ഇത് DC ആണ്. ഐഡന്റിഫൈ ചെയ്യുന്ന 2 സോഴ്സസ്. ഇത് AC ആകുമ്പോൾ EMF ആണ് മാറി 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 അടിക്കും മുകളിൽ. പോസിറ്റീവ് നെഗറ്റീവ് കണ്ടിന്യൂസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. DC എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്യണില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ. A force of 40 Newton was applied on a nail puller. നമ്മൾ സിമ്പിൾ മെഷീനിൽ കൊടുക്കുന്ന ഫോഴ്സിനെ എന്ത് വിളിക്കുക? എഫേർട്ട് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എർത്ത് എന്ന് വിളിക്കുക. എഫേർട്ട് ഈക്വൽ ടു 40 ന്യൂട്ടൺ. If the mechanical advantage of a nail puller is 3, MA is equal to 3. 40 Newton is equal to 3. What would be the load applied by the nail? Mechanical advantage is equal to load by effort. പഠിച്ചിട്ടുണ്ടല്ലോ, ലോദം ബൈ യത്നം അറിയാം. 3 is equal to L by 40. L is equal to 40 into 30. Sorry, 3. L is equal to 120 ന്യൂട്ടൺ. സെറ്റ് അല്ലേടാ? സെറ്റ് ആണല്ലോ. ആണ്. പോവാ. ഇനി മൂവബിൾ പുള്ളി, ദ എഫേർട്ട് ആൻഡ് ദ ഫൾക്രം ആർ അറ്റ് ദ എയ്തർ എൻഡ്സ്. എഫേർട്ടും ഫൾക്രും ഓരോ വശത്താണ്. എഫേർട്ടും ഫൾക്രും ഓരോ വശത്താണ്. വിച്ച് ഓർഡർ? സെക്കൻഡ് ഓർഡർ. എഫേർട്ടിന്റെയും ഫൾക്രത്തിന്റെയും ഇടയിലാണ് ലോഡ് വരുന്നെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ്. രണ്ടാം മാർക്ക് ഒത്തുപോലെക്കാണ്. എ മൂവബിൾ പുള്ളി ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് 600 ന്യൂട്ടൺ ലോഡ്. എത്ര ന്യൂട്ടൺ ആണ്? 600 ന്യൂട്ടൺ. 600 ന്യൂട്ടൺ. വെൻ ദ റോപ്പ് ഈസ് പുൾഡ് ബൈ 8 മീറ്റർ. 8 മീറ്റർ ആണ് വലിക്കുന്നത്. ദ ഫോഴ്സ് ഓഫ് 300 ന്യൂട്ടൺ. എഫേർട്ട് 300 ന്യൂട്ടൺ ആണ്, 8 മീറ്റർ ആണ് വലിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് 8 മീറ്റർ ആണ്. 8 മീറ്റർ വലിക്കുമ്പോൾ എത്ര മീറ്റർ പോകുന്നുണ്ട്? 4 മീറ്റർ പോകുന്നുണ്ട്. അപ്പൊ പ്രൂവ് ദർ ഇസ് നോ ഗെയിൻ ഓഫ് വർക്ക്. ആദ്യം വർക്ക് ചെയ്യണത് വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്റ്റ്. വർക്ക് ഡൺ ഓൺ ഒബ്ജക്റ്റ് എത്ര? 600 ആണ് ലോഡ് പൊന്തിക്കണത്. എത്ര മീറ്റർ പൊന്തിട്ടുണ്ട്? 4. 600 × 4 ചെയ്യുമ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നാണ്. ഫോഴ്സ് എത്ര? 600 ആണ്. സ്ഥാനം ഡിസ്പ്ലേസ്മെന്റ് എത്ര മീറ്റർ പോകുന്നുണ്ട്? 8 മീറ്റർ. 600 × 4 ഫോഴ്സ് ഡിസ്പ്ലേസ്. 600 × 4 ആണ് ഫസ്റ്റ്, 8 അല്ല. 600 × 4, 8 പിന്നെ വരും. 604 എത്രയാണ്? 24,000 ജൂൾ. വർക്കിനാണ് ജൂൾ. അടുത്ത വർക്ക് ഡൺ കാണാണ്ട്. വർക്ക് ഡൺ ബൈ ദ എഫേർട്ട്. എഫേർട്ട് നമ്മൾ പൊന്തിക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് എത്രയാണ്? നമ്മൾ കൊടുക്കുമ്പോൾ എഫേർട്ട് എത്രയാണ്? 300. 300 ഇൻറ്റു ഫോഴ്സ് എത്രയാണ്? 300 ആണ് ഫോഴ്സ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 8 ആണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫേർട്ട്. ആ ഫോഴ്സ് 300 ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ എത്ര മീറ്റർ മോളിക്കലാണ്? 8 മീറ്റർ മോളിക്ക് വലിക്കലുണ്ട്. 300 × 8 2400 ജൂൾ. 2 ഈക്വൽ ആയില്ലേ? ഇതാണ് പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. ആദ്യം ഒബ്ജക്റ്റ് ചെയ്യണ വർക്ക് കണ്ടെത്തുക, ലോഡും ഡിസ്പ്ലേസ്മെന്റ്. അടുത്തത് എഫേർട്ട്, നമ്മൾ ചെയ്യുന്ന വർക്ക്, അവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക്, അതും കണ്ടെത്തുക. രണ്ടും സെയിം ആ കിട്ടുക. അപ്പൊ വയലേറ്റ് ചെയ്യണില്ല. ഇനി അടുത്ത ചോദ്യം. ആൻ ഒബ്ജക്ട് ഈസ് ടു ബി ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് h മീറ്റർ ബൈ പുഷിംഗ് അലോങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ലെങ്ത് L മീറ്റർ. അതായത് L മീറ്റർ മുകളിലോട്ട് നീക്കണം, h ഹൈറ്റിക്കാണ് നീക്കേണ്ടത്. വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ചെയ്യുക? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു വസ്തുവിനെ നമ്മൾ
ഈ എഫേർട്ട് ഇത്ര വർക്ക് ചെയ്തിട്ട് ഇത്ര ലെങ്ത് കയറ്റണം. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്താ വെച്ചാല് വർക്ക് ഡൺ. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താ വെച്ചാല് എഫേർട്ട് ഉണ്ട്, ഫോഴ്സ് കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? എഫേർട്ടാണ്. ഇൻറ്റു എത്ര മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇത്ര ലെങ്ത് കയറ്റണം, ഇൻറ്റു എല്ല് എന്ന് കിട്ടി. അടുത്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ എല്ല് ഫോഴ്സ് ഉള്ള ഈ സാധനത്തിൽ ലോഡ് ഉള്ളതിന് എച്ച് ഹൈറ്റ് കയറ്റണം. അടുത്ത ചെയ്യണം എന്താ വെച്ചാല് എല്ല് ഇൻറ്റു എച്ച് ആണ്. ആണോ അല്ലേ? ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ. ഇവിടുന്ന് എങ്ങനെ ലോഡ് ബൈ എഫേർട്ട് കാണാം? ഇ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എച്ച് ആണ്. നിങ്ങൾക്ക് സെയിം എന്ന് പറയാം, രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം വയലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടു 2 അതേമാതിരി ഇവിടെ ഈ എൽ ഈസ് ഈക്വൽ, അപ്പൊ എൽ ഇൻറ്റു ഈസ് ഈക്വൽ ടു ഇവിടെ മാറ്റുമ്പോൾ എൽ ബൈ എച്ച് എന്ന് കിട്ടും. അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എൽ ബൈ എച്ച് എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരിക. നിങ്ങൾ നോക്കിക്കാം, ഇങ്ങനെ തന്നെയല്ലേ വരിക? മാറ്റം ഉണ്ടോ? ഇല്ലല്ലോ, മാറ്റമില്ല, ഇങ്ങനെ തന്നെയാണ് വരിക. ആദ്യം ഇവിടുന്ന് ഇതിനെ ഈ ഹൈറ്റ് ഈ ലെങ്ത് കയറ്റാൻ വേണ്ടി ഒരു എഫേർട്ട് ഉള്ള ഫോഴ്സ് കൊടുക്കണം, ഡിസ്പ്ലേസ്മെന്റ് എല്ല്. എന്നിട്ട് ഈ ലോഡിനെ ഇത്ര ഹൈറ്റിൽ പൊന്തിക്കണമെങ്കിൽ ഫോഴ്സ് ലോഡാണ്, ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ എൽ ബൈ എച്ച് എന്ന് കിട്ടും. ഇതൊക്കെ പഠിച്ച സിമ്പിൾ സാധനങ്ങൾ, അതുകൊണ്ട് വേഗം പറഞ്ഞു പോകണം. അതൊക്കെ നമ്മൾ ക്ലാസ് എടുത്താണ്, സൈൻസ് എടുത്താണ്, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. അടുത്തത് എ ലോഗ് വെയിങ് 500 കിലോഗ്രാം വെയിറ്റ് ഈസ് ലിഫ്റ്റഡ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ ഓൺ ടു എ ലോറി യൂസിംഗ് ആൻ ഇൻസിഡന്റ് പ്ലെയിൻ. എ ഫോഴ്സ് ഓഫ് 2000 ന്യൂട്ടൺ was applied. What is the length of the inclined plane using to lift the log? What is mechanical advantage situation? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണുന്നത് വെയിറ്റ് എത്ര? ലോഗ് വെയിറ്റിംഗ്. അപ്പൊ ലോഡ് 5000 kg WT തന്നിക്കണം. പക്ഷെ അതിന് എന്തൊക്കെ മാറ്റണം? വെയിറ്റിക്ക് ന്യൂട്ടണിക്ക് മാറ്റണം. W=mg എന്നുള്ള ഇക്വേഷൻ അറിയാം. അതായത് 5000 മാസം 5000 ഇൻറ്റു 10. അപ്പോ 5 1 2 3 ഒരു 0 കൂടി വരും. 50000 ന്യൂട്ടൺ ആയി. എന്താണ്? ഫോഴ്സ് ഓഫ് 2000 ന്യൂട്ടൺ വാസ് അപ്ലൈഡ്. ഈസ് ലിഫ്റ്റഡ് ത്രൂ എ ഹൈറ്റ് ഓഫ് 2 മീറ്റർ. 2 മീറ്റർ ആണ് മുകളിലേക്ക് പൊന്തിക്കുന്നത്. 2 മീറ്റർ മുകളിലോട്ട് പൊന്തിക്കാണ്. എ ഫോഴ്സ് ഓഫ് 2000 ന്യൂട്ടൺ വാസ് അപ്ലൈഡ്. എഫേർട്ട് 2000 ന്യൂട്ടൺ ആണ്. എഫേർട്ട് എത്രയാണ്? 2000 ന്യൂട്ടൺ ആണ്. എഫേർട്ട് 2000 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദി സിറ്റുവേഷൻ? വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദി സിറ്റുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എൽ ബൈ എച്ച് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് 2 മീറ്റർ ഹൈറ്റിക്കാണ് കയറ്റുന്നത്. എത്ര മീറ്റർ ഹൈറ്റിക്കാണ് കയറ്റുന്നത്? 2 മീറ്റർ ഹൈറ്റിക്കാണ് കയറ്റുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്താൻ സിമ്പിൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലോഡ് ബൈ എഫേർട്ട്. ഇവിടെ ലോഡും എഫേർട്ടും നിങ്ങൾക്ക് അറിയാം. എത്ര ലോഡ് ബൈ എഫേർട്ട്? 50000. 1 2 3 4 ബൈ എഫേർട്ട് എത്ര? 2000. 1 2 3 ഫുൾ നീരം വെട്ടി എത്രയായി? 25 അല്ലേടാ 2 ഇൻറ്റു എത്രയാണ്? 25 ആണ്. 25 ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയത്. ഇനി എന്താ കാണേണ്ടത്? എല്ല് ലെങ്ത് ആണ് കാണേണ്ടത്. ആണോ അല്ലേ? ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 25 കിട്ടി. അത് എനിക്ക് ഇവിടെ ഇതൊന്നും പ്രശ്നമുണ്ടോ? ഇല്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 25 കിട്ടി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എൽ ബൈ എച്ച് എന്നാണ്. 25 ഈക്വൽ ടു എൽ ബൈ 2 എന്നാണ്. എച്ച് 2 ആണ്, ഹൈറ്റ് 2 മീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ എൽ ഈസ് ഈക്വൽ ടു 25 2 50 മീറ്റർ. ഉത്തരം കിട്ടിയോ? കഴിഞ്ഞു. ഇത്ര ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യുക. ആദ്യം ഞാൻ ചെയ്തു. ആദ്യം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലോഡ് ബൈ എഫേർട്ട് എന്നുണ്ട്. ലോഡ് എന്നൊക്കെ അറിയാം. 5000 കിലോഗ്രാം വെയിറ്റിനെ ഞാൻ ന്യൂട്ടൺസ് മാറ്റി. വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഭാരത്തിന്റെ ഇക്വേഷൻ M മാസാണ്, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, M/G ആണ്. അപ്പോൾ 5000 × 10 കിട്ടി 50000 കിട്ടി. 50000 ഡിവൈഡ് ബൈ 2000 ഈക്വൽ ടു 25 കിട്ടി. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെങ്ത് ബൈ ഹൈറ്റ് എന്ന് പറയാം. ലെങ്ത് കാണാൻ ലെങ്ത് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഹൈറ്റ് 25 50 മീറ്റർ കിട്ടി.